സ്വാഗതം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക്. ഫാസിസ്റ്റുകളുടെ പൊതു സ്വഭാവം അവർ ജനാധിപത്യത്തെ അംഗീകരിക്കുകയേ ചെയ്യില്ല എന്നതാണ്. എന്നാൽ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രത്യേകത ജനാധിപത്യത്തിന്റെ ഏറ്റവും മികച്ച ടൂളുകൾ ഉപയോഗിച്ച് തന്നെ അതിനെ തകിടം മറിക്കുന്നു എന്നതാണ്. ജനാധിപത്യത്തിന്റെ മഹത്തായ രൂപമാണ് തെരഞ്ഞെടുപ്പുകൾ. ഇന്ത്യൻ ഫാസിസ്റ്റുകൾ തെരഞ്ഞെടുപ്പിനെതിരല്ല, പക്ഷേ അതേ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ടൂളായി അവർ ഉപയോഗിക്കുന്നു. ഫാസിസ്റ്റുകൾ ന്യൂനപക്ഷത്തെ ഉന്മൂലനം ചെയ്യുന്നവരാണ്. ഇന്ത്യൻ ഫാസിസ്റ്റുകൾ പാർലമെന്ററി പദവികളിലടക്കം ന്യൂനപക്ഷത്തിന് പ്രാതിനിധ്യം നൽകിയ ശേഷം അതിന്റെ മറവിൽ അവരെ വേട്ടയാടുന്നു. മികച്ച ക്രിമിനലുകൾ തെളിവുകൾ അവശേഷിപ്പിക്കാതെ കുറ്റകൃത്യം ചെയ്യുന്ന പോലെ. വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകളുടെ അടിസ്ഥാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ പട്ടികയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ക്രമക്കേടിന്റെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ അതിലൊരു പരിശോധനയ്ക്ക് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തത് ആരെ ഭയന്നിട്ടാണ്? രാഹുൽ പുറത്തുവിട്ട രേഖകൾ തെറ്റെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും സുതാര്യമെന്ന് കരുതിയ ജനാധിപത്യ സംവിധാനത്തെ ഒന്നാകെ ഇരുട്ടിൽ നിർത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? നിങ്ങൾക്ക് വിയോജിപ്പുകളുള്ള രാഹുൽ ഗാന്ധി എന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചല്ല ചോദ്യം, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിരത്തിയ രേഖകളെക്കുറിച്ചാണ്. ജനാധിപത്യത്തെ തന്നെ സംശയനിഴലിലാക്കുന്ന വെളിപ്പെടുത്തലുകളിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നോട്ടീസ് അയച്ചും പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അക്കമിട്ടും പേടിപ്പിക്കുകയാണ് കമ്മീഷൻ. ആ വിരട്ടലൊക്കെ കയ്യിൽ വച്ചാൽ മതി. രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നാകെയാണ്. ഞങ്ങൾ തെരഞ്ഞെടുത്തവരാണോ, നിങ്ങൾ നിർമ്മിച്ചെടുത്ത കടലാസുകളാണോ ഞങ്ങളെ ഭരിക്കുന്നതെന്ന് അറിയേണ്ടത് ഞങ്ങളുടെ അവകാശമാണ്. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാത്ത, ദിവസങ്ങൾ കൊണ്ട് ഡിജിറ്റൽ രേഖകൾ നഷ്ടമാകുന്ന, 70-കാരി കന്നി വോട്ടറാകുന്ന ഒരാൾക്ക് തോന്നിയിടത്തൊക്കെയും വോട്ടുള്ള ഈ പ്രതിഭാസങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനതാ കമ്മീഷനായോ എന്ന സംശയങ്ങൾ ഉയർത്തുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈകൾ ശുദ്ധമെങ്കിൽ വീഡിയോ തെളിവുകൾ ദിവസങ്ങൾക്കുള്ളിൽ നശിപ്പിക്കുന്നത് എന്തിനാണ്? ഡിജിറ്റൽ വോട്ടർ പട്ടികയ്ക്ക് പകരം മഷിയിട്ട് നോക്കിയാൽ പോലും തെളിയാത്ത ഒരാൾ പൊക്കത്തിലുള്ള കടലാസുകെട്ടുകൾ പ്രതിപക്ഷ നേതാവിന് നൽകിയത് എന്തിനാണ്? ക്രമക്കേടുകൾ ഒന്ന് പരിശോധിക്കാൻ പോലും കമ്മീഷൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അടിമത്തത്തോടും ചൂഷണത്തോടും പോരാടി ഞങ്ങൾ നേടിയെടുത്ത ജനാധിപത്യമാണ്. ആ പോരാട്ടത്തെ ചതിച്ച നിങ്ങൾ അതേ ജനാധിപത്യത്തെയും കശാപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അനുവദിക്കില്ല ഈ രാജ്യം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കുചേരുന്നവർ: എം പ്രകാശൻ മാസ്റ്റർ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസ് നേതാവ്, ജിതിൻ ദേവ് BJP നേതാവ് എന്നിവരാണ്. ആദ്യം ജിതിനിലേക്ക് പോകാം. ജിതിൻ, ഞാനും താങ്കളും ഒക്കെയും ഉൾപ്പെട്ട ഒരു മികച്ച ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുള്ള സംശയങ്ങളാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ആധികാരികമായി തെളിവുകളുടെ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിരത്തിയിരിക്കുന്നത്. അതിൽ വ്യക്തത വരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട 4 ആരോപണങ്ങൾ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തത്, താങ്കളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച 7 അടി ഉയരമുള്ള തരത്തിൽ കാണിച്ചുകൊണ്ട് വോട്ടർ പട്ടികയുടെ ഹാർഡ് കോപ്പി വെച്ചിട്ട് ഒരു വിഷ്വൽ ഓഗസ്റ്റ് 7-ാം തീയതി നടന്ന രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രദർശിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അതിന് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് എക്സൽ ഫോർമാറ്റിലോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ഫോർമാറ്റിൽ, അതായത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ വഴി റീഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ വോട്ടർ പട്ടിക തരണം എന്നുള്ളതാണ്. ആ ആവശ്യത്തെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ ഈ ആവശ്യത്തെ ബഹുമാനപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കോടതി, സുപ്രീം കോടതി അത് നിഷേധിച്ചിട്ടുള്ളതാണ്. അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല. ഈ രാജ്യത്തെ പൗരന്മാരുടെ മുഴുവൻ വിവരങ്ങളും സോഫ്റ്റ് കോപ്പിയായി ആർക്കും പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ, ആർക്കും ആ വിവരങ്ങൾ വേണ്ടുന്ന രീതിയിൽ അവർക്ക് ആവശ്യമുള്ള തരത്തിലേക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് ഈ രാജ്യത്തെ ഞാനും ബഹുമാനപ്പെട്ട ആങ്കറും ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെ ആ മനോനിലയാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അതൊരിക്കലും സാധിക്കില്ല. PDF ഫോർമാറ്റിൽ ഈ വോട്ടർ പട്ടിക, ഈ രാജ്യത്തെ ഏത് സംസ്ഥാനത്തെയും വോട്ടർ പട്ടിക, ഏത് ലോക്സഭാ മണ്ഡലത്തിലെയും നിയമസഭാ മണ്ഡലത്തിലെയും ഏത് ബൂത്തിലെയും വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ആവശ്യം. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആരോപണം, ആർഗ്യുമെന്റ്, എക്സിറ്റ് പോളുകളെല്ലാം പറയുന്നു കോൺഗ്രസ് ജയിക്കുമെന്ന്, ഞങ്ങൾ ജയിക്കുമെന്ന്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. എത്ര ബാലിശമായ ആരോപണമില്ലേ, എത്ര ബാലിശമായ ആരോപണമാണ്. എക്സിറ്റ് പോൾ പോലെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ റിസൾട്ട് വരണം എന്ന് ഒരു പ്രതിപക്ഷ നേതാവ് വാശി പിടിക്കുമ്പോൾ
കുട്ടികൾ ഐസ്ക്രീം വേണം, എനിക്ക് ആ ഫ്ലേവർ ഐസ്ക്രീം വേണം എന്ന് വാശി പിടിക്കുന്നത് പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ആരോപണം, കോൺഗ്രസ് നടത്തിയ ആഭ്യന്തര സർവേയിൽ ഞങ്ങൾക്ക് മനസ്സിലായി കർണാടകയിൽ മിക്ക സീറ്റുകളിലും ഏതാണ്ട് 16ഓളം സീറ്റുകളിൽ ഞങ്ങൾ തന്നെ വിജയിക്കുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് അങ്ങനെ സംഭവിച്ചില്ല. നോക്കൂ, കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര സർവേ ടീമാണോ, അവർ തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു സർവേ ഏജൻസിയാണോ ഈ നാട്ടിലെ 140 കോടി ജനങ്ങളുടെ മനസ്സ് തീരുമാനിക്കുന്നത്? 140 കോടി ജനങ്ങളുടെ മൗലികാവകാശം എവിടെ നിറവേറ്റണമെന്ന് തീരുമാനിക്കുന്നത്? എന്ത് ബാലിശമായ ആരോപണമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ആരോപണം, ഇവിടെ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. ഞങ്ങൾ ഭരിക്കുമ്പോഴൊക്കെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാറുണ്ട്, പക്ഷേ BJP ഭരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല. ഇതേ രാഹുൽ ഗാന്ധി തന്നെയാണ് 2024 ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വന്ന സമയത്ത് 303 സീറ്റിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി 240 സീറ്റിലേക്ക് പോയ സമയത്ത് ഇവിടെ രാജ്യത്തെ ഭരണവിരുദ്ധ വികാരമാണ്, അത് ഉൾക്കൊണ്ടുകൊണ്ട് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബാംഗ്ലൂർ സെൻട്രൽ ഇലക്ഷൻ കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം അന്നൊരു ഇലക്ഷൻ പെറ്റീഷൻ പോലും കൊടുക്കാൻ സാധിക്കാത്ത ഈ രാഹുൽ ഗാന്ധി എന്തൊക്കെയോ ഗിമിക്സ് കാണിച്ചുകൊണ്ട് ഒരു 15 മിനിറ്റ് പൊറോട്ട് നാടകം ഈ പറഞ്ഞ രീതിയിൽ വാർത്താ സമ്മേളനത്തിൽ കാട്ടിക്കൂട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് പ്രസന്റേഷൻ ഓഫായി പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വാക്കുമുറിഞ്ഞു നിൽക്കുന്നു. ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ചൊല്ലേണ്ട ദേശീയ ഗാനം ചൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വയം തയ്യാറായി പോകുന്നു. ആ ബോഡി ലാംഗ്വേജ് കാര്യങ്ങളുണ്ടല്ലോ, ഈ 4 കാര്യങ്ങൾ മാത്രമാണോ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായി? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ 4 കാര്യങ്ങൾ മാത്രമാണോ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായി ജിതിൻ കേട്ടത്? ഈ 4 ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ 4 കാര്യങ്ങൾ മാത്രമായിരുന്നില്ല ആ വാർത്താ സമ്മേളനത്തിന്റെ കാതലായ കാര്യങ്ങൾ എന്നുള്ളതാണ് ജിതിൻ. നോക്കൂ, ഇവിടെ തെളിവുകൾ നിരത്തി കൃത്യമായ പേരുകൾ സഹിതം അക്കമിട്ട് നിരത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. അതിലിപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ബാംഗ്ലൂർ സെൻട്രൽ ആ മണ്ഡലത്തിലെ മാത്രം കാര്യമെടുക്കാം. രാഹുൽ ഗാന്ധി പറഞ്ഞതാണല്ലോ, അവിടെ 7 നിയമസഭാ മണ്ഡലങ്ങളുള്ള ലോക്സഭാ മണ്ഡലം, അവിടെ മഹാദേവപുര ഒഴിച്ച് ബാക്കി 6ഇടത്ത് കോൺഗ്രസിനുണ്ടായിരുന്ന ലീഡ് 6ഇടത്ത് കൂടെ കൂട്ടി 85,000 വോട്ടിന്റെ ലീഡ് ഉണ്ടാകുന്നു കോൺഗ്രസിന്. 7ാമത്തെ നിയമസഭാ മണ്ഡലം മഹാദേവപുരയിൽ വോട്ടെണ്ണുമ്പോൾ അവിടെ മാത്രം 1,14,000 വോട്ട് BJPക്ക് ഉണ്ടാകുകയാണ്. അങ്ങനെ 35,000 വോട്ടിന്റെ വിജയം. ഇനി ആ മണ്ഡലത്തിലെ വോട്ടർമാരുടെ കണക്കുകളിലേക്ക് വരുമ്പോൾ ഇവിടെ മാത്രം 11,965 ഇരട്ട വോട്ട് ഉണ്ടായിരിക്കുന്നു. വ്യാജവിലാസത്തിൽ 40,009 വോട്ടർമാർ, ഒരു വിലാസത്തിൽ 10,452 വോട്ടർമാർ, വ്യാജ ഫോട്ടോയിൽ 4,132 വോട്ടർമാർ, ഫോം 6 ദുരുപയോഗം ചെയ്തത് 33,692 വോട്ടർമാർ. അപ്പോൾ ഇങ്ങനെ ചില കണക്കുകൾ കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ശ്രീ ജിതിൻ, ഇക്കാര്യത്തിൽ അതായത് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ചില ഡേറ്റകൾ അടിസ്ഥാനപ്പെടുത്തി രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഒരു മിനിറ്റ് നമ്മളൊക്കെയും ഭാഗമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അട്ടിമറി നടന്നിട്ടുണ്ട്, വ്യാജ വോട്ടുകൾ അടക്കം നടന്നിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടത് ആരാണ്? ശ്രീമതി അസിത, അവിടെ ബാംഗ്ലൂർ സെൻട്രലിൽ ആദ്യം നിങ്ങൾ തിരിച്ചറിയുന്നത് 7 മണ്ഡലങ്ങളല്ല. സർവൺ നഗർ, CV രാമൻ നഗർ, ശിവാജി നഗർ, ശാന്തി നഗർ, ഗാന്ധി നഗർ, രാജാജി നഗർ, ചർമാജപ്പേട്ട്, മഹാദേവപുര 8 അസംബ്ലി മണ്ഡലങ്ങൾ ചേരുന്നതാണ് നിങ്ങളിപ്പോൾ പറഞ്ഞ ബാംഗ്ലൂർ സെൻട്രൽ അസംബ്ലി മണ്ഡലം. താങ്കൾ സൂചിപ്പിച്ചു 6 എണ്ണം അല്ല, ബാക്കി 6ഇടത്തെയും ബാക്കി 7ഇടത്തെയും താങ്കൾ പറഞ്ഞത് അല്ല അങ്ങേക്ക് വീണ്ടും തെറ്റി. ആ 6ഇടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുകയും ഒരിടത്ത് അങ്ങ് പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ BJP ലീഡ് ചെയ്യുന്നതാണ് അങ്ങ് പറയുന്നത്. പക്ഷേ തെറ്റാണ്. 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസും 4 മണ്ഡലങ്ങളിൽ BJPയുമാണ് അവിടെ ലീഡ് ചെയ്തത്. അങ്ങ് ഇപ്പൊ ആരോപണം ഉന്നയിച്ച മഹാദേവപുരം മണ്ഡലം, അവിടെ മത്സരിച്ച 2 സ്ഥാനാർത്ഥികൾ, അവിടെ കഴിഞ്ഞ 4 ടേമായിട്ട് MP ആയിട്ടിരിക്കുന്ന ശ്രീ PC മോഹൻ, BJPയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ശ്രീ മൻസൂർ അലി ഖാൻ. അങ്ങ് ആരോപണം ഉന്നയിച്ച ഈ രാഹുൽ ഗാന്ധി വലിയ വായിൽ പറഞ്ഞ ഓപ്പറേഷൻ മഹാദേവപുരം നടന്ന സ്ഥലത്തെ പോപ്പുലേഷൻ അങ്ങ് പരിശോധിക്കാൻ തയ്യാറാണ്. അവിടെ നമ്മൾ അവിടുത്തെ ജനസംഖ്യ പരിശോധിക്കുന്ന സമയത്ത് 92% ഹിന്ദു പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലം, 28% SC സഹോദരങ്ങൾ താമസിക്കുന്ന സ്ഥലം, 18% OBC, 46% ജനറൽ ഉൾപ്പെടെ ഏതാണ്ട് 92% ഹിന്ദു പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ്.
കാലങ്ങളായി BJP ആ മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ ആ മണ്ഡലം, ആ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ ആ മണ്ഡലത്തിലെ MP ഭാരതീയ ജനതാ പാർട്ടി MP-യാണ്. സ്വാഭാവികമാണ്. അപ്പോഴും അതിലെ പ്രശ്നം തീരുന്നില്ല. ശ്രീജിതിൻ, എന്താണ് പ്രശ്നം? ഇത്രയധികം വോട്ടുകൾ വിവിധ രീതിയിൽ അവിടെ അനധികൃതമായി വന്നിട്ടുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത് അനധികൃത വോട്ടുണ്ടല്ലോ, അനധികൃത വോട്ട്. ഈ അനധികൃത വോട്ടുകൾ, ആ വോട്ടുകളെ കുറിച്ചാണ് ചോദ്യം. അതിലിപ്പോൾ ആ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ശരി, ഞാൻ പറഞ്ഞു തരാം മേഡം, അങ്ങ് വിഷമിക്കാതെ. ഞാൻ ഇരിപ്പുണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരാം മേഡം. അവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ആരോപണം, ആ ആരോപണം എന്ന് പറയുന്നത് ശകുനി റാണി എന്ന് പറയുന്ന ഒരു മാഡം അവർ 2 വോട്ട് ചെയ്തു. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ആരോപണം. ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോ പറഞ്ഞ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാനായി കാവലായി മാലാഖയായി ഇറങ്ങിയ രാഹുൽ ഗാന്ധിക്ക് നിങ്ങൾ പറഞ്ഞ ആരോപണം തെറ്റാണ്, നിങ്ങൾ വ്യാജരേഖയാണ് ഉയർത്തി കാണിച്ചിരിക്കുന്നതെന്ന് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. 80 പേർ ഒരു വീട്ടിൽ തന്നെ വോട്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ആരോപണം. ആ വീട്ടിൽ കൈരളി പോയില്ല. പക്ഷേ ഇവിടുത്തെ മറ്റ് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അതിൽ വ്യക്തത വരുത്താനാണല്ലോ താങ്കൾ ഇവിടെ ഇരിക്കുന്നത്. ശകുൻ റാണിക്ക് 2 വോട്ടുണ്ട് എന്നുള്ളത് രാഹുൽ ഗാന്ധി പറയുമ്പോൾ, നോക്കൂ, ശകുൻ റാണിക്ക് 2 വോട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ 2 ഒരിടത്തേ അത് ചെയ്തിട്ടുള്ളൂ എന്ന് ഇന്നിപ്പോൾ ഇതാ വൈകുന്നേരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് മനസ്സിലാക്കിയത്? എന്റെ പൊന്നു മേഡം, എന്ത് വർത്തമാനമാണ് ഈ ചോദിക്കുന്നത് നിങ്ങൾ? പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് ഏതൊക്കെ നിയമസഭാ മണ്ഡലത്തിൽ ഏതൊക്കെ പോളിംഗ് ബൂത്തിൽ ആര് എവിടെ വോട്ട് രേഖപ്പെടുത്തിയത് രേഖയില്ലാതാണോ ഇത് ചെയ്യുന്നത്? എല്ലാ സ്ഥലത്തും രേഖയുണ്ട്. നിങ്ങളുടെ AKG സെന്റർ നിൽക്കുന്ന കുന്നുകുഴി വാർഡിൽ, ആ വാർഡിലെ AKG സെന്ററിന്റെ അഡ്രസ്സിൽ എത്രത്തോളം CPM നേതാക്കന്മാർ വോട്ടുണ്ടെന്ന് ഞാൻ ഡോക്യുമെന്റ് കാട്ടിത്തരാം. ശേഖരിച്ച ഡേറ്റകളാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ 2 ശകുൻ ദേവിയുടെ പേരിന് നേരെ ടിക്കുണ്ട്, ശകുൻ റാണിയുടെ പേരിന് നേരെ ടിക്കുണ്ട്, ഒരു സംശയവുമില്ല. ആ ശകുൻ റാണി ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. റാണിയിൽ നിന്നും വിവരം തേടി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ശകുൻ റാണി 2 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയി ചോദിക്കുമ്പോഴേക്കും ശകുൻ റാണി അതെ ഞാൻ 2 വോട്ട് ചെയ്തു എന്നങ്ങ് സമ്മതിക്കുമോ? അതാണോ നോർമൽ ലോജിക്ക്? ഇനി അതിനെ ആധികാരികമായി തെളിയിക്കുന്നത് എങ്ങനെയാണ്? അതിനെ ആധികാരികമായി ഒരു മിനിറ്റ് ഞാനത് പൂർത്തീകരിക്കട്ടെ. 2 വോട്ടുണ്ടെങ്കിൽ 2 തരത്തിൽ അത് തെളിയിക്കാം. ഒന്ന്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ശകുൻ റാണി പറഞ്ഞു പോലും ഞാൻ ഒരിടത്തേ ചെയ്തിട്ടുള്ളൂ എന്ന്. 2 അല്ലെങ്കിൽ ഒന്നിലധികം ഇടത്ത് വോട്ട് ചെയ്തിട്ടുള്ള ഒരാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയി ചോദിക്കുമ്പോൾ ഞാൻ ഒരിടത്തേ ചെയ്തിട്ടുള്ളൂ എന്നത് സമ്മതിക്കുമോ എന്നുള്ളത് ഒന്നാമത്തെ ലോജിക്ക്. അതിന്റെ തന്നെ രണ്ടാമത്തെ സാധ്യതയുണ്ട്. ശകുൻ റാണി തന്നെ മറ്റിടത്ത് പോയി വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, അവരുടെ പേരിൽ മറ്റാർക്കെങ്കിലും ചെയ്യാമല്ലോ, അങ്ങനെ ഒരു സാധ്യത. അതിൽ തന്നെ ഒന്നാമത്തെ പ്രശ്നം. 2, അതിനെ ആധികാരികമായി തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? ആ ബൂത്തിലെ CCTV ഫുട്ടേജ്, ആ ഫുട്ടേജ് ഉണ്ടോ? മാഡം, ഇനി അങ്ങ് ക്ഷമയോടെ കുറച്ച് കേൾക്കണം. ശ്രീമതി ശകുൻ റാണി ഒരിടത്ത് മാത്രമേ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പോളിംഗ് ഓഫീസർമാർ നൽകിയ രേഖകൾ പരിശോധിച്ചിട്ടാണ് പ്രാഥമികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. 2 സ്ഥലങ്ങളിൽ വോട്ടുള്ള ശകുൻ റാണി ഒരു സ്ഥലത്ത് മാത്രമേ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ശകുൻ റാണിയുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത ഡോക്യുമെന്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. ശകുൻ റാണിയുടെ പേരിൽ വേറെ ഒരു സ്ഥലത്തും ഒരാളും വോട്ട് ചേർത്തിട്ടില്ല. അത് തെറ്റാണ് മാഡം. അത് നേരത്തെ അങ്ങ് 8 മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങൾ തെറ്റിദ്ധരിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ ശകുൻ റാണി എന്ന ഒറ്റ പേര് മാത്രമല്ലല്ലോ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഗുർഗീരാജ് സിംഗിന്റെ കാര്യം പറയുന്നു, ആദിത്യ ശ്രീവാസ്തവയുടെ കാര്യം പറയുന്നു, വിശാൽ സിംഗിന്റെ കാര്യം പറയുന്നു. ഈ പേരുകളൊക്കെ എവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി പറയാം. ഞാൻ ഏതാണ് ഈ ശകുൻ റാണിയുടെ പേര് മാത്രമല്ല ഒന്നാമതായി രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഇല്ല, ശകുൻ റാണി ഒറ്റയിടത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ. എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്
പോളിംഗ് ഏജന്റുമാർ പറയുന്ന ഡേറ്റയാണെങ്കിൽ അതേ ഡേറ്റയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രണ്ടിടത്തും ടിക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ നിലയിൽ ഈ വോട്ടർമാരൊക്കെ വന്ന് വോട്ട് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന ബൂത്ത് ഏജന്റുമാരൊക്കെ നമ്മുടെ വോട്ട് എന്ന് കണ്ട് അത് ടിക്ക് ഇടുന്നൊരു പതിവുണ്ടല്ലോ അല്ലേ? ആ ഡേറ്റയാണ് രാഹുൽ ഗാന്ധി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവർ രണ്ടിടത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. അതില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ? ശകുൻ റാണിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കാൻ ആധികാരികമായി എന്ത് ഡേറ്റയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശേഖരിച്ചത്? അങ്ങ് ഈ പ്രകാശം അങ്ങ് ഈ പറഞ്ഞ പ്രകാശം മാസ്റ്റർ പോലുള്ള ഈ കേരള രാഷ്ട്രീയത്തിലും മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ന് വേദിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത്. പോളിംഗ് ഏജന്റുമാരല്ല ഒരു ഇലക്ഷനെ നടത്തിക്കുന്നത്. അവിടെ പോളിംഗ് ഓഫീസർമാരുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ. ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. അവരാണ് ഈ പ്രോസസ് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പോളിംഗ് ഏജന്റായിട്ട് ആ സൈഡ് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ഒരു വോട്ടറെ അയാളുടെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശകുൻ റാണി പറയുമോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ട് ശകുൻ റാണി തന്നെ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് രണ്ടാമത്തെ സാധ്യത. നോക്കൂ, ഇവിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇത്തരം സംശയമുള്ള ഇടങ്ങളിൽ ഈ നിലയിൽ വ്യാജമായി വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ, അത് തെളിയിക്കാനുള്ള ആധികാരികമായ ഡേറ്റയായിരുന്നു, വിവരമായിരുന്നു CCTV ഫുട്ടേജ് അല്ലേ? ഇവിടങ്ങളിലൊന്നും CCTV ഫുട്ടേജ് ദിവസങ്ങൾക്കകം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ അവർ ഇതാ ഒരു ആരോപണം വരുമ്പോൾ ഓടിപ്പോയി ശകുൻ റാണിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ വോട്ട് ചെയ്തു എന്ന്. 70 വയസ്സ് കഴിഞ്ഞ ആളാണ്, അവർ സമ്മതിക്കുമോ? എന്റെ പൊന്നു വേണം, ഈ രാജ്യത്തെ നിയമമാണ് 45 ദിവസം കഴിഞ്ഞാൽ ഒരു പോളിംഗ് സ്റ്റേഷനിലെ ഡേറ്റ ആ CCTV ഫുട്ടേജ് പിന്നീട് സൂക്ഷിക്കേണ്ട എന്നുള്ളത് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ റൂളിംഗ് ആണ്. നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് അത് കോടതി പോയി ചലഞ്ച് ചെയ്യൂ. 10 വർഷം സൂക്ഷിക്കണമെന്ന് നിങ്ങൾ പറയൂ. ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റ ചോദിക്കുമ്പോൾ നിങ്ങൾ സുപ്രീം കോടതി പോകാൻ പറയൂ രാഹുൽ ഗാന്ധിയോട്. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങളെ പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുഖ ചാനലായി നിങ്ങൾ ഇത് ഏറ്റുപിടിക്കരുത്. ഇത് നിങ്ങൾ നാളെ ഈ രാഹുൽ ഗാന്ധിയുടെ ചരിത്രം നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുക, കുറച്ചു കാലം പുറമെ സൃഷ്ടിക്കുക, അതിനുശേഷം മാപ്പ് പറയുക. ഇതാണ് രാഹുൽ ഗാന്ധി സമ്മേളനത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഡേറ്റകളും അത് തെറ്റാണ് എന്നുള്ളതാണ് അങ്ങയുടെ പോയിന്റ് എല്ലാം മനസ്സിലായി. അതാണോ താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്? എന്റെ പൊന്നു മാഡം ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ ഇങ്ങനെ കുറെ വ്യാജ ഡേറ്റകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു വാർത്താ സമ്മേളനത്തിൽ പറ്റിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ശകുൻ റാണിയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തത വരുത്തുന്നു, അവർ ഒന്നിലധികം ഇടങ്ങളിൽ വോട്ട് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ സംശയത്തിന്റെ നിഴലിൽ ആക്കിയതിൽ ആര് മറുപടി പറയണം? അല്ല, ഒന്ന് ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താം. ഒന്ന്, എന്റെ പ്രിയ സുഹൃത്ത് BJP പ്രതിനിധി ഇപ്പോൾ പറഞ്ഞൊരു കാര്യം. അദ്ദേഹം പറഞ്ഞ എന്താണ്, 45 ദിവസം മതി CCTV ഫുട്ടേജ് സൂക്ഷിച്ചു വെക്കുന്നത് എന്നാണ് രാജ്യത്തെ നിയമം. ആണ് സാർ, എപ്പോഴാണ്? അത് വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിയമം പറയുന്നത് ആ 45 ദിവസത്തിനിടയിൽ ഒരു തവണ പോലും ആ പോളിംഗ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പോലും ഇലക്ഷൻ കമ്മീഷന്റെയോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറിന്റെയോ സാന്നിധ്യത്തിൽ എത്തിച്ചേരാത്ത പക്ഷം, അങ്ങനെ എത്തിച്ചേർന്നാൽ ആ പരാതി പരിഹരിക്കുന്നോടം വരെ ആ CCTV ഫുട്ടേജ് സൂക്ഷിച്ചു വെക്കുക, കാത്തുവെക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ അതാത് ബൂത്ത് പ്രസിഡന്റുമാർ, അതാത് മണ്ഡലം കമ്മിറ്റികൾ, അതാത് DCCകൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് തൃശ്ശൂരിലുമുണ്ട് കേട്ടോ, ആ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി തൃശ്ശൂരിലുണ്ടായ മറ്റൊരു കഥ പറയാം. നിങ്ങൾ ഈ സൂക്ഷിച്ചു വെക്കുന്നവരാണല്ലോ, തൃശ്ശൂരിൽ ഈ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടിംഗ് മെഷീൻ അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നത് കൊണ്ട് സീസ് ചെയ്യപ്പെട്ടിരുന്നു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടത് എന്താണെന്ന് അറിയാമോ? ബീഹാറിൽ ഇലക്ഷൻ നടക്കുകയാണ്, വേറെ മിഷൻ ഇല്ല, ഈ മിഷൻ അതുകൊണ്ട് റിലീസ് ചെയ്യണം. ഏത് കോടതിയിൽ ഇരിക്കുന്ന മിഷൻ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റിലീസിംഗ് ഓർഡറിന് വേണ്ടി കോടതിയുടെ സമക്ഷം പോവുകയാണ്. ബീഹാറിൽ ഇവർക്ക് ഇലക്ഷൻ നടത്താൻ വേണ്ടി വേറെ മിഷൻ ഇല്ലല്ലോ. ഇനി അങ്ങ് ചോദിച്ച, അല്ലെങ്കിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ച ചില ആരോപണങ്ങൾ ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷന്, അതായത് BJPയുടെ ഇലക്ഷൻ കമ്മീഷന്, നമ്മുടെ ടൈറ്റിൽ കാർഡ് പോലെ ഭാരതീയ ജനതാ ഇലക്ഷൻ കമ്മീഷന് യാതൊന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇലക്ട്രോണിക് വോട്ടേഴ്സ് റോള് പുറത്തുവിടാത്തത്? എന്തുകൊണ്ടാണത്? ഇനി നിങ്ങൾ വിടുന്നത് പ്രിന്റഡ് ആയിക്കോട്ടെ, ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ തരുന്നത് പ്രിന്റഡ് ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് അത് മിഷൻ റീഡബിൾ ആക്കാത്തത്? കാരണം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ കഴിഞ്ഞ 6 മാസം വേണ്ടി വന്നു ഒരു മണ്ഡലം പഠിക്കാൻ. ഒരു മണ്ഡലം
ഏത് ഒരു ലോക്സഭാ മണ്ഡലം പഠിക്കണമെങ്കിൽ ഇത് 1, 2, 3, 4 ശകുൻറാണിയുടെ അമ്മൂമ്മയുടെ അടുത്തുള്ള ചേട്ടൻ്റെ അങ്ങനെ 1, 2, 3 എന്ന് ഇരുന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ ഈ കഴിഞ്ഞ 2024 നിങ്ങൾ നടത്തിയ കൊള്ള ഈ രാജ്യത്തെ മുഴുവൻ പഠിച്ചെടുക്കണമെങ്കിൽ 20 വർഷം 25 വർഷം എടുക്കും. എന്നാൽ മിഷൻ റീഡബിൾ ആണെങ്കിലോ, ഇലക്ഷൻ കമ്മീഷൻ തരുന്ന ഡേറ്റ മിഷൻ റീഡബിൾ ആണെങ്കിലോ മാക്സിമം 1 മാസത്തിനുള്ളിൽ ഈ രാജ്യത്ത് നിങ്ങൾ നടത്തിയ വോട്ട് കൊള്ളയെ പറ്റി കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് തരാൻ മടി? എന്താ മടി? രണ്ടാമതായി CCTV ഫുട്ടേജുകൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇനിയും അങ്ങ് ആ വാദം പറയരുത്, ഇത് 45 ദിവസം കഴിയുമ്പോൾ കത്തിച്ചു കളയാനുള്ളതാണ്. അല്ല സാർ, പരാതി ഉയർന്ന മണ്ഡലങ്ങളിലെല്ലാം നിങ്ങൾ സൂക്ഷിക്കണം. അത് സൂക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പരാതി ഉയർന്നിടത്തെ മതിയെന്നേ, പരാതി ഉയർന്ന സ്ഥലങ്ങളിലേ മതി. ഞങ്ങൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരോപണമായി ഉന്നയിച്ച ഇടങ്ങളിലൊക്കെയും നിങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പരാതി കൊടുത്തിരുന്നില്ലേ വസന്ത? അതാണ് ഞാൻ പറഞ്ഞത് അസ്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ് മാത്രമല്ലെന്നേ, കർണാടകയിൽ, മഹാരാഷ്ട്രയിൽ അടക്കം വിവിധ പാർട്ടികൾ, ഈ മഹാഗഡ്ബന്ധന്റെ ഭാഗമായുള്ള പാർട്ടികൾ, എല്ലാ പാർട്ടികളും കൊടുക്കുന്നു. ഞങ്ങൾ പറയുന്നത്, ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ കൊടുത്ത പരാതിയുടെ റെസിപ്റ്റുമായിട്ട് വരാം. ആ മണ്ഡലത്തിലെ CCTVയുടെ ദൃശ്യങ്ങൾ പുറത്തുവിടാമോ? ആ മഹാദേവപുര എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യൂവൻസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? എന്താണ് മഹാദേവപുരയിൽ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന്? എന്താ സംശയമുള്ളത്? എന്താ സംശയം? മഹാദേവപുര എന്ന ഞങ്ങൾക്ക് ആ മണ്ഡലവുമായി പരാതിയുടെ കോപ്പി ഒന്ന് കാണിക്കോ? അല്ല, പറയട്ടെ. ഞങ്ങൾക്ക് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഉണ്ടായ കാലം തൊട്ടേ ഞങ്ങൾ അവിടെ കൃത്യമായി പരാതി കൊടുത്തു തന്നെയാണ് മുമ്പോട്ട് പോയിട്ട്. തൃശ്ശൂരിൽ പരാതി കൊടുത്തിട്ടില്ലേ ജിതിൻ? ഇല്ലേ? തൃശ്ശൂരിൽ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഞങ്ങൾ DCC മഹാദേവപുരത്തെ പറ്റി പറയൂ. തൃശ്ശൂരിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? അവിടെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ സുനിൽകുമാറും അവിടുത്തെ DCC നേരിട്ട് 2 3 തവണ പരാതി കൊടുത്തു. നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷൻ, നിങ്ങളുടെ ഉദ്യോഗസ്ഥർ എന്താ നിലപാട് സ്വീകരിച്ചത്? മഹാദേവപുരയിൽ ഞങ്ങൾ കൊടുത്ത പരാതിയിൽ നിങ്ങൾ എന്താ നിലപാട് സ്വീകരിച്ചത്? പക്ഷേ ജിതിൻ, മഹാദേവപുരയിൽ കോൺഗ്രസിന് പരാതി ഉള്ളത് കൊണ്ടാണല്ലോ ഈ തെളിവുകളൊക്കെയും ഇപ്പോൾ പുറത്തു വന്നത് എന്നാണ് അതിലെ ഏറ്റവും സിമ്പിൾ ലോജിക്ക്. അവിടെയായിരുന്നു അവർക്ക് പരാതി ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഡേറ്റകൾ എടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവർ പരാതി കൊടുത്തിരിക്കുമല്ലോ. എന്റെ കയ്യിൽ ആ പരാതിയുടെ കോപ്പിയില്ല. വസന്ത, ഇതിൽ ജിതിൻ ഏറ്റവും ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി, കഴിഞ്ഞ 1 വർഷത്തിന് ശേഷമാണ് ഈ രാഹുൽ ഗാന്ധി ആരോപണം. അല്ല, അതിന്റെ കാരണമാണ് വസന്ത് പറഞ്ഞത് ജിതിൻ. അതിന്റെ കാരണമാണ് വസന്ത് പറഞ്ഞത്. ഒരാൾ പൊക്കത്തിലുള്ള കടലാസ് കെട്ടുകൾ കൊടുത്ത് അതിൽ ഓരോന്നും ക്രോസ് ചെക്ക് ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള എല്ലാ പേരുകളും രാഹുൽ ഗാന്ധിക്ക് അങ്ങ് പറയാമായിരുന്നല്ലോ. ഇതാ ഇവരൊക്കെയും വ്യാജ വോട്ട് ചെയ്തെന്ന് പറയാമായിരുന്നല്ലോ. അത് പറഞ്ഞില്ലല്ലോ. നിലവിൽ അദ്ദേഹം പറഞ്ഞത് സാധാരണ യുക്തിയിൽ വിശ്വസനീയം എന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഞാൻ വരുന്നുണ്ട് വസന്ത്, ഒരു കാര്യത്തിൽ കൂടി, അതായത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒന്നിലധികം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇതാ BJPയുടെ പ്രതിനിധി ഉത്തരവാദിത്തത്തോടു കൂടി അതേ ആരോപണങ്ങളൊക്കെയും രാഹുൽ ഗാന്ധിക്കെതിരെ മുഴുവൻ ഡേറ്റയും വ്യാജമായി പ്രൊഡ്യൂസ് ചെയ്ത് നടത്തിയ വാർത്താ സമ്മേളനമാണ് എന്നതാണ് പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് ഈ പറയുന്ന ശകുൻ റാണി, അതിലൊരു പേരായിരുന്നല്ലോ. ശകുൻ റാണിയുടെ കാര്യത്തിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടിയത് എന്നുള്ളത് കൂടിയുണ്ട്. ശകുൻ റാണിയോട് പോയി ചോദിച്ചു, നിങ്ങൾ 2 വോട്ട് ചെയ്തോ? അവർ പറഞ്ഞു ഇല്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് വ്യാജമാണ്. നോക്കൂ, വ്യാജ വോട്ട് ചെയ്താൽ അത് ജാമ്യമില്ലാ വകുപ്പാണ്. 80 വയസ്സ് കഴിഞ്ഞാൽ വന്ധ്യ വയോധികയോട് പോയിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസുണ്ടാവാൻ സാധ്യതയുണ്ട്, ആ കുറ്റം നിങ്ങൾ ചെയ്തോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചാൽ അവർ അയ്യോ ഞാൻ ആ കുറ്റം ചെയ്ത് എന്നെ ജയിലിലേക്ക് വിടണമേ, ഇരു കൈകളും എന്ന് നീട്ടിത്തരുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കുമോ? ഇനി ഞങ്ങളുടെ വാദം എന്താണെന്ന് അറിയാമോ? ശകുൻ റാണി നേരിട്ട് പോയി 2 വോട്ട് ചെയ്തെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞത് ആ 2 ബൂത്തുകളിൽ 2 പോളിംഗ് സ്ഥലങ്ങളിൽ ശകുൻ റാണിയുടെ പേരുണ്ട്. 2 ആ ശകുൻ റാണി എന്ന പേരിന് നേരെ ടിക്കുണ്ട്. 2 അത് പോൾ ചെയ്യപ്പെട്ടതായി കാണുന്നു. ഒരിടത്ത് ശകുൻ റാണി ആവാം, മറ്റൊരിടത്ത് ഏത് ശകുനിയാണ് പോയി വോട്ട് ചെയ്തത് എന്നതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതറിയണമെങ്കിൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം. അതറിയണമെങ്കിൽ 2 ടിക്കില്ല എന്നുള്ളതാണ് BJP വാദം വസന്ത്. അല്ല, ആ ടിക്കുണ്ടോ ഇല്ലോ എന്നൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പറയട്ടെ. ഞങ്ങൾ ശകുൻ റാണിയെ പറ്റി മാത്രമായി ബന്ധപ്പെട്ടല്ലല്ലോ പറഞ്ഞത്. 2 ഈ വോട്ടിംഗ് മെഷീൻ റിഗ് ചെയ്യപ്പെടുന്ന സംസ്ഥാനത്ത് ഇവർക്കൊരു ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മായ്ക്കാനൊന്നും വലിയ പ്രശ്നമുണ്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നത് ഇപ്പോൾ ഒരു മണ്ഡലത്തിന്റെയാണ്. വരും ദിവസങ്ങളിൽ നിരവധി മണ്ഡലങ്ങളിലെ വിഷയങ്ങൾ പുറത്തു വരും. അന്ന് ഏതെങ്കിലും ഒരു ശകുൻ റാണിയെ, ഈ 3 ദിവസം എടുത്തു കേട്ടോ ശകുൻ റാണി കണ്ടുപിടിച്ച് അതെല്ലാം ഒന്ന് കടിച്ചു തൂങ്ങാൻ വേണ്ടി, ഇനി ബാക്കിയുള്ള ശകുനിമാരെയും ശകുനി റാണിമാരെയൊക്കെ കണ്ടുപിടിച്ചു വെച്ചോളൂ. ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടത് കേവലം 6 സീറ്റിന്. സംശയമുണ്ടോ? ഇന്ത്യ മുന്നണിയും BJPയും തമ്മിലുള്ള വ്യത്യാസം 6 സീറ്റാ. ആ 6 സീറ്റിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ
നിങ്ങളുടെ കൂടെ നിതീഷ് കുമാർ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 5 തവണ മുന്നണി മാറിയ നിതീഷ് കുമാർ നിങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നു എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇന്ത്യ മുന്നണിക്കാകെ BJP-യേക്കാൾ സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും നിതീഷ് അടക്കമുള്ളവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമായിരുന്നു. എന്താ സംശയം? നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയി ഭരിക്കാൻ പറ്റുമായിരുന്നോ? പറ്റില്ല. അപ്പൊ കേവലം 6 സീറ്റ് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത്. 6 സീറ്റിലല്ല 600 സീറ്റിൽ നിങ്ങൾ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത വാദം പറയായിരിക്കും ടോട്ടൽ 600 സീറ്റിൽ എന്ന്. പൊക്കോട്ടെ, ഞാനൊരു ഭംഗിയേന്ദ്രനാണ് പറഞ്ഞാണെന്ന് കൂട്ടിയാൽ മതി. 60 സീറ്റിൽ പോട്ടെ, 60 സീറ്റിൽ എന്താണ് നിങ്ങൾ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട് എന്ന തെളിവുമായാണ് ഞങ്ങൾ വരുന്നത്. അത് പൂർണ്ണമായി വെളിയിൽ വിട്ട ശേഷം ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഞാൻ മടങ്ങി വരാം. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, നമ്മൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഡേറ്റകളിൽ പലതിലും ആളുകളുടെ പേരിന്റെ നേരെ, അവരുടെ വയസ്സിന്റെ നേരെ, അവരുടെ അഡ്രസ്സിന്റെ നേരെ, അവരുടെ മാതാപിതാക്കളുടെ പേരിന്റെ നേരെ ഒക്കെയും സാമാന്യ യുക്തിയിൽ ഒരു തരത്തിലും ഒരു ബൂത്തിലേക്ക് ചെന്ന് വോട്ട് ചെയ്യാൻ കഴിയാത്ത വിവരങ്ങളും രേഖകളുമാണ് കാണുന്നത്. പക്ഷേ ആ വോട്ടുകളൊക്കെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പലയിടത്തും കണക്കുകൾ സഹിതം മുൻപ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത്രയും വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നുമില്ല. ഇപ്പോൾ ഒരു ശകുൻറാണിയോട് പോയി ചോദിച്ചു, നിങ്ങൾ വോട്ട് ചെയ്തു? അവർ പറഞ്ഞു ഇല്ല. അതുകൊണ്ട് നമ്മളൊക്കെയും ഇതൊക്കെ അങ്ങ് വിശ്വസിക്കണം എന്നുള്ളതാണ് BJP-യുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സ്റ്റാൻഡ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP-യുടെ ഗവൺമെൻറ് തങ്ങളുടെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്നുള്ള വിഷയം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു ഡിബേറ്റബിൾ സബ്ജക്റ്റ് അല്ല. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ബോഡിയാണ്. ആ ബോഡിയോട് സുപ്രീം കോടതി എടുത്ത നിലപാട് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അത് നിഷ്പക്ഷനായ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടണം എന്നുള്ളതുകൊണ്ട് പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇവരടങ്ങുന്ന ഒരു ടീമാവണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കേണ്ടത് എന്നുള്ള സുപ്രീം കോടതി വിധിയെ എന്തിനു വേണ്ടിയാണ് BJP-യുടെ ഗവൺമെൻറ് അട്ടിമറിച്ചത്? അവിടെ സുപ്രീം കോടതി ജഡ്ജിയെ മാറ്റിയിട്ട് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്ന കാര്യം കൊണ്ടുവന്നത് എന്തിനാണ്? അത് കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന തങ്ങളുടെ വർഗീയ അജണ്ടയും ജനവിരുദ്ധ നയങ്ങളും നടപ്പിലാക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ നിർലജ്ജം ദുരുപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന നയം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമുക്കറിയാം, ഈ രാജ്യത്തിനകത്ത് എന്തെല്ലാം സ്ഥാപനങ്ങളെയാണ് കേന്ദ്ര ഗവൺമെൻറ് ആ നിലക്ക് ദുരുപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്ത്യ രാജ്യത്തിലെ നീതിന്യായ വ്യവസ്ഥ, ഇന്ത്യക്കകത്തുള്ള ഈ പറയുന്ന നിരവധി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, അതുപോലെ ഗവർണർമാർ, ഇങ്ങനെ നിരവധി ഭരണഘടനാ സ്ഥാപനങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ ചട്ടുവങ്ങളായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലം മാത്രമല്ലല്ലോ ചർച്ചാ വിഷയമാകേണ്ടത്. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ അവിടെ വലിയ നിലക്കുള്ള പുനഃപരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുന്നു. 65 ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു. ആ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇവിടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, തങ്ങൾക്ക് വോട്ട് ചെയ്യില്ലാന്ന് തോന്നുന്ന ആളുകൾ, അവരെയെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്ത് വോട്ടർ പട്ടിക പോലും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ബീഹാറിലെ സംഭവം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണല്ലോ ഇപ്പോഴീ പറയുന്ന പുതിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന പുതിയ ഉത്തരവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ പറയുന്ന നിഷ്പക്ഷ സ്വഭാവത്തെ അംഗീകരിക്കുന്നതാണോ? ഇപ്പം നേരത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, നമ്മുടെ ഈ പറയുന്ന ഫുട്ടേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവ പുറത്തു കൊടുക്കാൻ ഉത്തരവാദിത്തമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അത് പുറത്തു കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം ആര് കൊണ്ടുവന്നതാണ്? അത് കൊണ്ടുവന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. അത്തരം ഫുട്ടേജുകളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള തെളിവുകളോ ഒന്നും തന്നെ ആർക്കും കൊടുക്കേണ്ടതില്ല. തീരുമാനിക്കുന്നത് എന്തിനാ? കൃത്രിമം കാണിച്ചാൽ ആളുകൾ ഒരു കാരണവശാലും അറിയാൻ പാടില്ല. ഇതല്ലേ വന്നിരിക്കുന്ന കാര്യം. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി CPIM ഞങ്ങൾ 2024 തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിർലജ്ജമായി BJP-യുടെ രാഷ്ട്രീയ ഉപകരണമായിട്ട് ഉപയോഗിച്ചു എന്ന കാര്യം സംബന്ധിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ ചെന്ന് നിവേദനം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ മഹാരാഷ്ട്ര, കർണാടക തെരഞ്ഞെടുപ്പുകളിൽ വലിയ നിലക്കുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ജനവിശ്വാസം ആർജിക്കുന്നതിന്, ഈ കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. കമ്മീഷൻ നിഷ്പക്ഷമായാൽ മാത്രം പോരാ, കമ്മീഷൻ നിഷ്പക്ഷമാണ് എന്നതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്താ ഇന്ന് ജനങ്ങൾ ഈ കമ്മീഷനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത്? യഥാർത്ഥത്തിൽ കമ്മീഷൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ അവർക്ക് സാധ്യമാവുന്നില്ല. അവർ ഈ പറയുന്ന, ഇപ്പോൾ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി പരസ്യമായിട്ട് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ BJP-യുടെ B ടീമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു നില ശരിയല്ല എന്ന് ആരാ തെളിയിക്കേണ്ടത്? ആ തെളിയിക്കാൻ ബാധ്യതയുള്ള ഒന്ന് ഇലക്ഷൻ കമ്മീഷനാണ്.
പക്ഷേ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ അവർ പറയുന്നത് എന്താ? ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ സഖ്യമാകെ തന്നെ ആരോപണം ഉന്നയിച്ചു. ന്യായമായിട്ടും അത്തരമൊരു കമ്മീഷൻ ഇത് പരിശോധിക്കാം എന്തെങ്കിലും പറയണ്ടേ? ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞങ്ങൾ അറിയിക്കാം, അത് പറയണ്ടേ? എന്താ കമ്മീഷൻ ചെയ്തിരിക്കുന്ന കാര്യം? കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളിൽ ഒരു കഴമ്പുമില്ല എന്ന്, ഒരു പരിശോധനയും ഇല്ലാതെ ഒറ്റ വാക്കിൽ പറയാൻ. അതിൻ്റെ അർത്ഥം എന്താ? അവർ സമ്പൂർണ്ണമായിട്ട് ബയസ്ഡ് ആണ് എന്നാണ്. ഇത്തരം ഒരു ഗൗരവമായിട്ട് ആക്ഷേപണം തെളിവുകളോടെ ഉന്നയിക്കപ്പെട്ട, അതിൽ വസ്തുത എന്തോ ആയിരിക്കട്ടെ, ഇങ്ങനെ തെളിവുകളോടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാവട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന ആ കമ്മിറ്റിക്കകത്ത് അംഗം കൂടിയാണ്. അങ്ങനെ ഒരാൾ ഈ തെളിവുകൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാം എന്നല്ലേ കമ്മീഷൻ പറയേണ്ടത്? അത് അന്വേഷിക്കാൻ വേണ്ടി നിർബന്ധിക്കും എന്നല്ലേ കേന്ദ്ര ഗവൺമെന്റ് പറയേണ്ടത്? ഇവിടെ പറയുന്നത് എന്താ? അന്വേഷിക്കേണ്ട കാര്യമില്ല അമിത്ഷാ. അതുപോലെ തന്നെ അന്വേഷിക്കില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിലെ 31-ാം വകുപ്പ് അനുസരിച്ച് 1 വർഷം തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റമാണ് ഇദ്ദേഹം ചെയ്തതെന്നാണ്. ഭാരതീയ ന്യായസമിതി അനുസരിച്ച് 227-ാം വകുപ്പ് അനുസരിച്ച് 3 കൊല്ലക്കാലം ശിക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു വകുപ്പാണ് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ പോകുന്നത് എന്നാണ് ആര് പറയുന്നത്? ഈ വിശ്വാസത്തെ തെളിയിക്കാൻ ബാധ്യതപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിർലജ്ജമായി ഭരണ സംവിധാനത്തിൻ്റെ ഒരു ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്. ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അല്ല BJP-ക്കാരല്ല. അവർക്ക് പറയാൻ വേണ്ടി കാണും. അദ്ദേഹം ഇവിടെ വളരെ കൃത്യമായ നിലക്കുള്ള ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ അഷിത പറഞ്ഞ പോലെ 1,250,000 വോട്ടുകൾ യഥാർത്ഥമായിട്ട് വരേണ്ട വോട്ടുകളല്ല എന്ന് വോട്ടുകൾ തരംതിരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന ഓപ്പറേഷൻ മഹാദേവപുര എന്നുള്ള നിലക്ക് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ നിലക്ക് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ 30 അംഗത്തെ നിയോഗിച്ചുകൊണ്ട് നടത്തിയ കമ്മീഷനാണ് എന്നാണ് അവർ പറയുന്നത്. ആ കാര്യം ശരിയോ തെറ്റോ ആവട്ടെ, അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ആരാണ് തയ്യാറാവേണ്ടത്? അത് പരിശോധിക്കാനുള്ള ബാധ്യത കമ്മീഷനില്ലേ? ജനങ്ങളോട് ഈ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത കമ്മീഷനല്ലേ? പക്ഷേ കമ്മീഷൻ ഈ ആരോപണം ഉന്നയിച്ചവരുടെ മേലെ കുതിര കയറുകയാണ്. അവരെ ശിക്ഷിക്കുമെന്ന് പരസ്യമായിട്ട് പറയാണ്. ഒരുപാട് കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ആക്ഷേപമുണ്ട്. ഇപ്പം നമുക്കറിയാലോ, നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കകത്ത് ഇഷ്ടം പോലെ കൈക്കൂലി വാങ്ങാമെന്ന് തീരുമാനമെടുത്തത് കേന്ദ്ര ഗവൺമെന്റല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അതിനെതിരെ പടപൊരുതിയ പ്രസ്ഥാനമാണ് CPIM. ഒരു കാരണവശാലും ഇത്തരമൊരു സംവിധാനം അനുവദിക്കാൻ പാടില്ല. ഈ വൻകിടക്കാരിൽ നിന്ന് പണം വാങ്ങുന്ന ഒരു ഇടപാട് അത് ശരിയായ ഒരു കാര്യമല്ല എന്ന് കോടതിയിൽ പോയി വാദിച്ചത് ഞങ്ങളാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് ശരിയാണ് എന്ന് വിധിച്ചതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മാറ്റിമറിക്കാൻ, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഫലം മാത്രമേ വരൂ എന്ന് പ്രഖ്യാപിക്കാൻ അതിന് പാകത്തിലല്ലേ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? 25 സീറ്റുകളിൽ അവർ ജയിച്ചിരിക്കുന്നത് 33,000 വോട്ടിന് താഴെയാണ്. അതിൽ തന്നെ അവർ ജയിച്ചിരിക്കുന്ന 8 സീറ്റുകൾ 5,000-ൽ താഴെ വോട്ടിനാണ്. അവർക്ക് നല്ലതുപോലെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഗുജറാത്തിലാണ് ഇങ്ങനെ ജയിച്ചിരിക്കുന്ന 8 സീറ്റുകൾ. ആരോപണങ്ങൾ തള്ളിക്കളയാൻ വേണ്ടി കഴിയുന്ന ഒന്നാണോ? പരിശോധിക്കേണ്ടതല്ലേ? അപ്പോൾ ഇത് പരിശോധിച്ച് അഗ്നിശുദ്ധി വരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവരെ നിർബന്ധിക്കേണ്ടത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും അവർ നയിക്കുന്ന ഗവൺമെന്റുമാണ്. നിർഭാഗ്യവശാൽ അവരെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു ചക്രവർത്തി പോരാട്ടമാണ് ഇത് എന്നുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർലജ്ജമായിട്ട് ഇതിനെല്ലാം ന്യായീകരിക്കുകയാണ്. ഇത് രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയക്കാകെ അപകടകരമാണ്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടായത് ആരുടെയെങ്കിലും ഔദാര്യം കൊണ്ടല്ല. എണ്ണമറ്റ ആളുകൾ സ്വന്തം രക്തം ചിന്തി നേടിയെടുത്ത സ്വാതന്ത്ര്യം അത് അപകടപ്പെടുകയാണ്. ഇതിനെതിരെയുള്ള ജാഗ്രത രാജ്യത്താകും എന്ന് പറയണമെന്നാണ് CPM-ന്റെ അഭിപ്രായം. ശരി ജിതിൻ, ഇവിടെ ഇപ്പോൾ ജയിച്ചതാര് പരാജയപ്പെട്ടതാര് എന്നതിനൊക്കെ അപ്പുറം സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് ബോഡി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിനെതിരെയാണ് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്നത്. ആ ആരോപണത്തിൽ നമ്മൾ കൂടി ഭാഗമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അതിൽ അട്ടിമറികൾ നടന്നിട്ടില്ല എന്ന് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. ഇവിടെ അവർ അത് ചെയ്യുന്നില്ല. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നിലയിൽ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ പോലും BJP എന്നുള്ളത് ഈ രാജ്യത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ കോൺഗ്രസ്, CPM, BJP എന്നതിനപ്പുറം ഓരോ രാഷ്ട്രീയ കക്ഷികളും ഉയർത്തേണ്ട വിഷയം കൂടിയാണിത്. അവിടെ BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതുപോലെ തന്നെ ബയാസ്ഡ് ആകുന്നു, അന്വേഷണം വേണ്ട എന്ന് പറയുന്നു. രാഹുൽ ഉയർത്തിയ ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല എന്ന ഒരു പരിശോധന പോലും ആവശ്യമില്ലാതെ പറയുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ശ്രീമതി അസിത, ഞാൻ വിശദീകരിക്കാം. ഉദാഹരണമായി അങ്ങയുടെ വില്ലേജ് ഓഫീസിൽ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ചെന്നു. ആ പൊസഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ചെന്ന് കൈവശാവകാശ രേഖയ്ക്ക് വേണ്ടി ചെന്ന സമയത്ത് ആ വില്ലേജ് ഓഫീസർ നിങ്ങൾക്കത് തരില്ല എന്നൊരു നിലപാടെടുത്തു. സ്വാഭാവികമായിട്ടും ശ്രീമതി അസിത എന്ത് ചെയ്യും? അദ്ദേഹത്തിന് മുകളിലുള്ള ആ ഓഫീസർക്ക്, തഹസീൽദാർക്ക് ഒരു പരാതി കൊടുക്കും. ആ പരാതി കിട്ടിക്കഴിഞ്ഞാൽ തഹസീൽദാർ അത് അന്വേഷണം നടത്തും. അതിനകത്ത് പരിഹാരമുണ്ടാകും.
അതിന് പകരം അങ്ങ് പുറത്തോട്ടിറങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരു ജംഗ്ഷനിലോ വന്നിട്ട് ബേക്കറിലോ കയറിയിട്ട് അവിടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെടുത്ത് ഞാൻ അവിടെ സർട്ടിഫിക്കറ്റ് ചെയ്തപ്പോൾ അയാൾ തന്നില്ല എന്ന് പറഞ്ഞ് 10-25 പേരെ വിളിച്ചു പറഞ്ഞാൽ ആ പരാതിക്ക് പരിഹാരം ഉണ്ടാകുമോ? എനിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ അതും ആലോചിക്കണം. ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനൊരു പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് രേഖാമൂലം പരാതി കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് പല തവണ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പരാതി കൊടുക്കുന്നില്ല? അങ്ങ് പരിശോധിക്കണം ഡേറ്റ. അതിനകത്തുള്ള ലോജിക്കായ ഒരു ചോദ്യം, ഒന്നാമത്തെ കാര്യം ഈ തട്ടിപ്പ് നടത്തിയവരുടെ കയ്യിലാണോ പരാതി കൊടുക്കേണ്ടതെന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ കാര്യങ്ങളൊക്കെയും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് 4 തവണ കത്തയച്ചിട്ടുണ്ട്. 4 തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. ഒരു മറുപടിയും ഇല്ലാതെ വരുമ്പോഴാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ 5 മണിക്ക് ശേഷം ചിലയിടങ്ങളിൽ സംശയാതീതമായി ഉയർന്നു എന്ന് കാട്ടി പരാതി കൊടുത്തു. എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ കൃത്യമായ സംവിധാനങ്ങളിലൂടെ മാത്രം അപേക്ഷിച്ച് കാത്തിരിക്കാൻ ഇത് സർക്കാരിൽ നിന്നുള്ള അപേക്ഷയൊന്നുമല്ലല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. അദ്ദേഹം ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. വിയോജിപ്പുള്ള കാര്യങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നതിൽ എന്താണ് കുഴപ്പം? മേഡം, ഞാൻ പറയാൻ അങ്ങ് അനുവദിക്കണം. അങ്ങ് വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങ് ദയവായി എന്നെ പറയാൻ അനുവദിക്കണം. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ ഗാന്ധി പരാതികൾ കൊടുക്കാറില്ല. രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുന്നത് അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റാണ്. ആ അഡ്വക്കേറ്റന്മാർ കൊടുക്കുന്ന പരാതിക്ക് കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ മറുപടി കൊടുക്കാറുണ്ട്. ഉദാഹരണമായി ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് കർണാടകയിലും ഉത്തർപ്രദേശിലും ബീഹാറിലും വോട്ടുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ വക്കീൽ ഒരു പരാതി കൊടുത്തു. ആ പരാതി ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച ശേഷം ഉത്തർപ്രദേശിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഇങ്ങനെ ഒരു ഇത് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായി മറുപടി കൊടുത്തു. നിങ്ങൾക്കറിയുമോ എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി പരാതി കൊടുക്കാത്തതെന്ന്? കൃത്യമല്ലാത്ത പരാതി, വ്യാജമായ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകേണ്ടി വരും. അത് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അദ്ദേഹം നോക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കുറച്ചു കാലം ചില പുകമറകൾ സൃഷ്ടിക്കുക, ആ പുകമറയുടെ ബലത്തിൽ അദ്ദേഹത്തിന്റെ അനുയായികളെ വിശ്വാസം എടുക്കാൻ ശ്രമിക്കുക. നേതാവ് അപ്പോൾ ഇങ്ങനെ നിയമ സംവിധാനത്തിനൊന്നും കീഴ്പ്പെടാതെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? 2000 കിലോമീറ്ററോളം ഈ രാജ്യത്ത് ഭാരതനാടിന്റെ ഭൂമി ചൈന കയ്യേറി എന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കൊടുത്ത മറുപടി എന്തായിരുന്നു മേഡം? എന്തായിരുന്നു മേഡം? എത്ര തവണ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ കോടതികളിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് മേഡം? 2000 കിലോമീറ്ററോളം, 2000-ന് മുകളിൽ കിലോമീറ്റർ ചൈന കയ്യേറിയെന്ന് ഈ മനുഷ്യന് ആരാണ് തെളിവ് കൊടുത്തത്? നിങ്ങളൊരു ഭാരതീയനാണോ എന്ന് ഈ രാജ്യത്തെ പരമോന്നത കോടതി ചോദിക്കുന്ന സാഹചര്യം ഈ രാജ്യത്ത് നാട്ടിലുണ്ടായില്ലേ മേഡം? നോക്കൂ, നിങ്ങൾ ഇവിടെ ശ്രീമാൻ വസന്ത് പറഞ്ഞ ഒരു ആരോപണം, ശകുൻ റാണിക്ക് 2 തോട്ട് വന്നു. ഇരിക്കൂർ MLA, നിങ്ങളുടെ ഇരിക്കൂർ MLA ശ്രീ സജീവ് ജോസഫ്, അദ്ദേഹത്തിന് ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉള്ളിക്കൽ ഈസ്റ്റിൽ ക്രമനമ്പർ 1243 വോട്ടറുടെ പേര് സജീവ് ജോസഫ്. അതേ മണ്ഡലത്തിൽ തന്നെ ഉള്ളിക്കൽ പഞ്ചായത്തില് മുണ്ടന്നൂരിൽ പോളിംഗ് സ്റ്റേഷനിൽ ക്രമനമ്പർ 679 സജീവ് ജോസഫ്. ഒരേ പഞ്ചായത്തിൽ, ഒരേ മണ്ഡലത്തിൽ, ഒരേ പഞ്ചായത്തിൽ 2 ശ്രീമാൻ സജീവ് ജോസഫ്. അതുകൊണ്ട് ഈ ഡാറ്റ ഫിൽട്ടറിംഗ് ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ശ്രീ വസന്ത് അതേ കാര്യമല്ലേ ഇപ്പോൾ ജിതിനും ചെയ്തത്? ഇത് തന്നെ രാഹുൽ ഗാന്ധിയും ചെയ്തോളൂ. എന്റെ ചോദ്യം അപ്പോഴും ക്ലിയർ ആണ് ജിതിൻ. നോക്കൂ, താങ്കൾ ചോദിച്ചു ഞാൻ ഈ ആരോപണം ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൽ ഉന്നയിച്ച ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്റെ കയ്യിൽ ഈ പറഞ്ഞ 2 വോട്ടർ പട്ടിക ഇരിപ്പുണ്ട്. എന്റെ കയ്യിൽ 2 വോട്ടർ പട്ടിക ഇരിപ്പുണ്ട്. വസന്തകുമാർ, ശ്രീ വസന്ത് ശ്രീയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ ദിവസം ഇതാ കൈരളിയാണ് അത് തെളിവുകൾ സഹിതം ആ വാർത്ത പുറത്തുവിട്ടത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജിതിൻ പറഞ്ഞല്ലോ, അതേ കാര്യമാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം പറഞ്ഞത്. അപ്പോൾ 1-ലധികം ഇടങ്ങളിൽ വോട്ടുണ്ട് എന്നത് ജിതിൻ ഇപ്പോൾ പറയുന്നു. അത് കോൺഗ്രസ് ആയതുകൊണ്ട് ജിതിൻ അത് ആരോപിക്കുന്നു. അതേ നിലയിൽ അദ്ദേഹം അത് എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? ജിതിൻ അതൊന്ന് പറയൂ. അദ്ദേഹം അത് തെളിയിക്കാനുള്ള അടിസ്ഥാനമായാണ് ഈ CCTV ഫുട്ടേജുകൾ അടക്കം. ഒരു ഡിജിറ്റൽ തെളിവുകളും ഇല്ല ജിതിൻ. ഈ പറയുന്ന ശകുൻ റാണി തന്നെ 2 ഇടത്തും പോയി ഒരേ സമയം വോട്ട് ചെയ്തു. ഒന്നുകൂടെ പറയൂ, കേട്ടില്ല മാഡം. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമില്ലേ? അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷന് വിശ്വാസമില്ല.
അദ്ദേഹത്തിന് സൈന്യത്തിൽ വിശ്വാസമില്ല, തെളിവ് ചോദിക്കും. അദ്ദേഹത്തിന് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അദ്ദേഹത്തിന് വിശ്വാസമില്ല. ഇനി അദ്ദേഹത്തിന് ഈ സുപ്രീം കോടതി പോയി കേസ് കൊടുക്കണം മാഡം, കോടതിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. ഇത് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ പ്രകാശ് മാഷ് പറഞ്ഞ പോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ടീമാണ് ജിതിൻ തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു MLA ക്ക് ഇരട്ട വോട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതേ സംശയം ഉണ്ടാകുന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ ഡേറ്റകൾ വാർത്താ സമ്മേളനത്തിൽ നിരത്തുകയാണ്. അദ്ദേഹം തന്നെ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് 4 തവണ കത്ത് കൊടുത്തു, ഒരു മറുപടിയും ഉണ്ടായില്ല, അതുകൊണ്ട് വാർത്താ സമ്മേളനം വിളിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ്? നിങ്ങൾ തെളിയിക്കൂ. എങ്ങനെ തെളിയിക്കും അതൊന്ന് പറയൂ ജിതിൻ. ഈ പറയുന്ന ശകുൻ റാണി 2 ഇടത്ത് വോട്ട് ചെയ്തു, അവർ നേരിട്ട് പോയി ചെയ്തു എന്നുള്ള അവർ നേരിട്ട് പോയി ചെയ്തു എന്നുള്ള ആരോപണം രാഹുൽ ഗാന്ധിക്ക് പോലും ഇല്ല. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് തെളിയിക്കാൻ സാധിക്കുക? അത് മാത്രം ജിതിൻ ഒന്ന് പറഞ്ഞു ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ജിതിന്റെ കയ്യിൽ ഒരു ATM കാർഡ് ഉണ്ടെന്ന് കരുതിക്കോ. ജിതിന്റെ ATMന്റെ പിൻ അറിയാവുന്ന വീട്ടിലെ ഒരാൾ അല്ലെങ്കിൽ ജിതിന്റെ ഒരു സുഹൃത്ത് ആ ATM കാർഡ് ഉപയോഗിച്ച് ജിതിന്റെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുന്നു. അതിനുശേഷം അത് എടുത്തിടത്ത് തന്നെ തിരിച്ചു കൊണ്ടുവെക്കുന്നു. അപ്പോൾ ജിതിൻ നോക്കുമ്പോൾ ആ ക്യാഷ് ജിതിൻ പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ജിതിൻ എന്താണ് ചെയ്യുക? ബാങ്കുമായി കോൺടാക്ട് ചെയ്യും. അല്ലെങ്കിൽ എങ്ങനെ ഏത് ATM, ചിലപ്പോൾ നമുക്ക് മെസ്സേജ് ഒക്കെ വരികയാണ്, ഏത് ATM വഴി പിൻവലിച്ചു എന്ന് നോക്കും. അപ്പോൾ അത് തെളിയിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആ ATMൽ ഒരു CCTV ഫുട്ടേജ് ആയിരിക്കും അല്ലേ, ജിതിനല്ല അത് എടുത്തത് എന്നുള്ളത് തെളിയിക്കുന്നത്. ഇവിടെ അത്തരം ഒരു രേഖയും ഇല്ല ജിതിൻ, അവിടെയാണ്. അത് മനസ്സിലാക്കൂ. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ അന്വേഷിക്കാം എന്തെങ്കിലും പറയണ്ടേ? ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസങ്ങളോടുള്ള മറുപടി അതാകണ്ടേ? അതുണ്ടാകാതെ ബയാസ്ഡ് ആയ സമീപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നു. അതിന് BJPയും അതേ നിലപാട് തന്നെ എടുക്കുന്നു. അതെന്തുകൊണ്ടാണ്? അത് എന്താണ് ഒരു അന്വേഷണം നടന്നാൽ പ്രശ്നം? മാഡം ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് 45 ദിവസത്തിനകത്ത് ഇതേ തരത്തിലെ സംശയങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ മഹാദേവപുരയിൽ ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടായത് സംശയമുണ്ടെങ്കിൽ ആ മത്സരിച്ച സ്ഥാനാർത്ഥി ശ്രീമാൻ മൻസൂർ അലി ഖാൻ രേഖാമൂലം ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ നിങ്ങൾ ഈ സൂചിപ്പിച്ച CCTV ഫൂട്ടേജ് ഒരു കാരണവശാലും നശിപ്പിക്കപ്പെടില്ല. അദ്ദേഹത്തിന് കാണാൻ അവസരം കൊടുക്കും. പിന്നെ അങ്ങ് ആവർത്തിച്ച് പറയുന്ന ഒരു തെറ്റ്, ശ്രീമതി ശകുൻ റാണി എന്ന് പറയുന്ന വ്യക്തി 2 സ്ഥലങ്ങളിൽ ആ പേരിലുള്ള അദ്ദേഹം ശകുൻ റാണിയോ അല്ലെങ്കിൽ ശകുൻ റാണിയുടെ വ്യാജനോ അവരനോ വോട്ട് രേഖപ്പെടുത്തിയിട്ടിരുത്തിയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ നിയമിച്ച പോളിംഗ് ഓഫീസർമാർ കൃത്യമായ രേഖകൾ സഹിതം വാങ്ങിയിട്ടാണ് ഇത് പറയുന്നത്. അങ്ങേക്ക് അത് തെറ്റി, തിരുത്തണം. അങ്ങ് ഈ രാഹുൽ ഗാന്ധിയുടെ നിലവാരത്തിലേക്ക് തരം താഴരുത്. പണ്ട് പാകിസ്ഥാനിൽ പോയി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ശകുൻ റാണി ഒരു പേര് മാത്രമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ നിലയിൽ. ഒന്നിലധികം ഇടങ്ങളിൽ വോട്ടുള്ള ആളുകളുടെ പേരുകളുണ്ട്. അക്ഷരങ്ങളും അക്കങ്ങളും മാത്രമുള്ള പേരുകളുണ്ട്. മിക്കവാറും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുമ്പോൾ പലയിടത്തും ഈ അമ്മയുടെ ഫോട്ടോ, അമ്മയുടെ പേരിന്റെ നേരെ പശുവിന്റെയും അച്ഛന്റെ പേരിന്റെ നേരെ കാളയുടെയും ഒക്കെ ഫോട്ടോ കണ്ടിട്ട് നടപടി എടുക്കാതെ മിണ്ടാതിരുന്നതാകണം. അതല്ലാതെ അതിനകത്ത് ഒരു ലോജിക്കും ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല. ജിതിൻ, ഞാൻ മടങ്ങി വരാം. വസന്ത് ശ്രീയേക്ക്, അപ്പോൾ രാഹുൽ ഗാന്ധി നിയമപരമായ രീതിയിലൂടെ മുന്നോട്ട് പോയില്ല, പരാതി കൊടുക്കാത്തത് എന്തോ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക ഞാൻ അങ്ങയുടെ വാട്സാപ്പിലേക്ക് ഇട്ടുതരാം. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക അങ്ങേക്ക് ഞാൻ ഇട്ടുതരാം. അതിനകത്ത് അങ്ങ് പാളയം, ഞാൻ ഓരോ വോട്ടർ പട്ടിക പറഞ്ഞുതരാം. പാളയം വാർഡിലെ വോട്ടർ പട്ടിക അങ്ങ് പരിശോധിച്ചാൽ അതിനകത്ത് പല സ്ഥലങ്ങളിലും വീട്ടുപേര് പോലുമില്ല. ഒരേ വീട്ടു നമ്പറിൽ നിങ്ങൾക്ക് 50-60 വോട്ട് കാണാൻ സാധിക്കും. ഭീമാപ്പള്ളിയിൽ ഇലക്ഷൻ കമ്മീഷൻ തിട്ടപ്പെടുത്തിയ ജനസംഖ്യ 9,000 താഴെയാണ്. വോട്ടർ പട്ടിക 16,000 പേര്. കുട്ടികളെ കൊണ്ടിരുത്തുമായിരുന്നു. അപ്പോൾ ആ പരിശോധനയ്ക്ക് ശേഷം ഇവിടെ ഇത്രയും കുട്ടികൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് തെളിയിക്കേണ്ടത് HM-ആണല്ലോ എന്ന് പറയുന്നത് പോലെ ഉണ്ട് താങ്കളുടെ വാദം. അങ്ങനെ ഒരു പ്രശ്നം ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആരാണ് പരിഹരിക്കേണ്ടത്? ആരാണ് പരിഹരിക്കേണ്ടത് ശ്രീ ജിതേഷ്? അതിന് കഴിയാത്തൊരു സംവിധാനത്തിന്റെ ഭാഗമായാണോ നിങ്ങളൊക്കെ നിൽക്കുന്നത്? ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് വസന്ത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് നിയമപരമായ ഒരു പരാതി കൊടുത്ത് ആ നിലയിൽ നീങ്ങിയില്ല? തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ അതാകാമായിരുന്നല്ലോ. അതിന് പകരം എന്തിന് വാർത്താ സമ്മേളനം നടത്തി? 2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം ചോദിച്ചത് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ വിശ്വാസമില്ലേ എന്നാണ്. സാർ, ആ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു വരികയാണ്. രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് അത് കുറഞ്ഞു വരികയാണ്. കാര്യം എന്താ? രാഹുൽ ഗാന്ധിക്കെതിരെ വിധി പ്രസ്താവിച്ച് അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം കഴിഞ്ഞ തവണ റദ്ദ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള വിധി പ്രഖ്യാപിച്ച ജഡ്ജിക്ക് 2 മാസത്തിനുള്ളിലാണ് നിങ്ങൾ ജില്ലാ ജഡ്ജിയായി പ്രൊമോഷൻ കൊടുത്തത്. നിങ്ങൾ ഈ പറയുന്ന വലിയ നീതിന്യായ പീഠമുണ്ടല്ലോ, ഞാനും ഒരു അഭിഭാഷകനാണ് എങ്കിൽ പോലും സുപ്രീം കോടതിയുടെ അകത്തളങ്ങളിൽ കിടക്കുന്ന
കള്ളനോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്തതിന്റെ പേരിലാണ് ഈ ഉപരാഷ്ട്രപതിക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത് എന്നത് നിങ്ങളുടെ തന്നെ ഉള്ളിലെ വാർത്തകളാണ്. അതുകൂടി ഒന്ന് ചേർത്ത് വായിക്കണം. ജസ്റ്റിസ് ചലമേശ്വർ അടക്കമുള്ളവർ വെളിയിൽ വന്ന് പറഞ്ഞ കൊള്ളരുതായികൾ നിങ്ങൾ മറന്നുപോയോ? കിരൺ റിജിജു, നമ്മുടെ മുനമ്പത്ത് വന്ന് വലിയ വാഗ്ദാനം കൊടുത്തിട്ട് പോയ മന്ത്രി ഉണ്ടല്ലോ കിരൺ റിജിജു, അയാൾ ഈ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ലിസ്റ്റ് ഒരു തവണ സർക്കാരിന് അയക്കും, സർക്കാർ നേരെ സുപ്രീം കോടതിക്ക് അയക്കും. അങ്ങനെ 6 തവണ തിരിച്ചയച്ച് ഈ രാജ്യത്തെ 12 പേരുടെ പ്രൊമോഷനാണ് തടഞ്ഞു വെച്ചത്. ഏത് ഹൈക്കോടതി ജഡ്ജിമാരുടെയാണ്. അപ്പോ അവരെ പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ, അവരെ പോലും കൺട്രോൾ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള രീതിയിലാണ് ഇവർ ഈ സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി പറയാണ്, ഈ സംവിധാനത്തെ ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിൽ ആ നീതി സംഹിതയെ വിശ്വസിക്കാൻ തൽക്കാലം നിർവാഹമില്ല. ഇനി എന്തുകൊണ്ടാണ് കോടതിയെ സമീപിക്കാത്തത് നോക്കട്ടെ. അദ്ദേഹം അതിനു മുമ്പ് ഒരു വലിയ മണ്ടത്തരം പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു പോയില്ലെങ്കിൽ ശരിയാവില്ല, കാര്യം ഞാനൊരു അഭിഭാഷകനാണല്ലോ. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി അഡ്വക്കേറ്റ്സിനെ ഏൽപ്പിക്കും, അഡ്വക്കേറ്റ്സ് പരാതി കൊടുക്കും. എന്തുകൊണ്ടാ പരാതി കൊടുക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അഡ്വക്കേറ്റ് പരാതി കൊടുക്കും. എന്തുകൊണ്ടാണ് പരാതി കൊടുക്കുന്നത്? അങ്ങനെ പരാതി കൊടുത്താൽ പരാതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ഉണ്ടാവില്ല. സാർ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അസിതയുടെ കേസ് ഞാൻ എടുക്കുന്നു, ഞാൻ അസിതയുടെ വക്കാലത്ത് ഹോൾഡറാണ്. പക്ഷെ അസിത എന്നെ തെറ്റിദ്ധരിപ്പിച്ച് കുറെ വ്യാജ സാധനങ്ങളെ എന്നെ ഏൽപ്പിച്ചു. ഞാനത് കോടതിയിൽ പ്രസന്റ് ചെയ്താൽ അതിന്റെ കേസ് നേരിടേണ്ട ആരാണ്? അസിതയുടെ വക്കാലത്ത് ഹോൾഡറായ അഡ്വക്കേറ്റായ ഞാനാണോ അതോ അസിത തന്നെയാണോ? അതുകൊണ്ട് അദ്ദേഹം പറയുന്ന അത്തരത്തിലുള്ള വാദം തെറ്റാണ്. മിനിമം ഒരു 10ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. ഏറ്റവും കുറഞ്ഞത് അതെങ്കിലും പഠിച്ചിട്ട് ദയവേത് ചർച്ചയ്ക്ക് വരാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഇനി എന്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചില്ല? നോക്കൂ, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതും രാഷ്ട്രീയമാണ്, ഇതും പൊളിറ്റിക്സ് ആണ്. സ്വാഭാവികമായും ബഹുജനങ്ങളുടെ അഭിപ്രായത്തെ സംശീകരിക്കാനും അതിനെ കോർഡിനേറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ആ ഉത്തരവാദിത്തമുണ്ട്. ഇന്ന് തേജസ്വി യാദവ് എത്രയോ കൃത്യമായി തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നു. ഇന്ത്യയിലാകെ പ്രതിപക്ഷം ആ മൂവ്മെന്റ് സ്വീകരിക്കാനാണ് ഇന്ത്യ കക്ഷി ഒന്നാകെ തീരുമാനിച്ചത്. അതുകൊണ്ടാണല്ലോ സഹാബ് MAVP അടക്കമുള്ളവർ ഡൽഹിയിൽ വളരെ കൃത്യമായി ഈ ഡേറ്റകളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഫസ്റ്റ് ലാപ്പിൽ ഇതാ ഞങ്ങൾ ഇത് ബഹുജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്, അവരുടെ ചർച്ചയ്ക്ക് വിടുകയാണ്. അങ്ങനെ അവരുടെ ഒരു ബഹുജനാഭിപ്രായം ഈ സർക്കാരിനെതിരെ രൂപീകരിക്കുക, സാംശീകരിച്ചെടുക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ അത് ചെയ്യും. രണ്ടാമത് നിയമ ഫീൽഡിലേക്ക്, ലീഗൽ ഫീൽഡിലേക്ക് ഞങ്ങൾ ഈ വിഷയത്തെ കൊണ്ടുപോകും. അപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസമില്ല കേട്ടോ. നേരത്തെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇന്ത്യൻ ആണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു അത്രേ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ആണോ എന്ന് ചോദിക്കാൻ ഈ സുപ്രീം കോടതിക്ക് എന്താ അവകാശമുള്ളത്? ഇന്ത്യക്കാരൻ ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയാണ്. കോടതി ഇരിക്കുന്ന ജഡ്ജിയാണോ? അതായത് ആ കേസിൽ അസിത പ്രത്യേകം ശ്രദ്ധിക്കണം, അന്ന് ആ കേസ് വരുമ്പോ ആ കേസിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഈ പറയുന്ന കോടതിയിലെ കീഴ്ക്കോടതിയിലെ നടപടികളെ മുഴുവൻ റദ്ദ് ചെയ്ത് മുഴുവൻ സ്റ്റേ ചെയ്ത ഒരു വിധിയാണ് ആ വിധി ഉണ്ടാവുന്നത്. അത് 3 അംഗ ബെഞ്ചാണ്. ആ ബെഞ്ചിൽ 2 പേർ ചേർന്ന് ഈ നടപടികളെ മുഴുവൻ റദ്ദ് ചെയ്തപ്പോ മറ്റേ അപ്പുറത്തിരുന്ന ആൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ എന്ത് ചെയ്തു? നിങ്ങൾ ഇന്ത്യൻ ആണോ, നിങ്ങൾ എവിടെ നിന്നാണ് ഇത് പറയുന്നത്? അതായത് മാറ്റർ ഓഫ് ബിസിനസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിലൊന്നും ഈ നിയമ സംഹിതയെ വിശ്വാസമില്ല. അതിനെ ഇവർ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ പോരാട്ടം തുടരും. ആദ്യം രാഷ്ട്രീയ പോരാട്ടം, രണ്ടാമതാണ് നിയമ പോരാട്ടം. രാഷ്ട്രീയ പോരാട്ടമാണ് തുടങ്ങിയിരിക്കുന്നത്. അതിനെ നിങ്ങളുടെ മറ്റേ ഇലക്ഷൻ കമ്മീഷന്റെ വാറോല കാണിച്ച് പഠിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ ഞാൻ മടങ്ങി വരാം. എം പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തുന്ന ആദ്യത്തെ ആളല്ല രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന സബ്യസാചി ദാസിനെ മറന്നിട്ടുണ്ടാകില്ല ഈ രാജ്യത്തെ ചില ആളുകളെങ്കിലും. അദ്ദേഹം ഇതിന് മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. 373 ലോക്സഭാ മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടും എണ്ണി തിട്ടപ്പെടുത്തിയ വോട്ടും തമ്മിലുള്ള അന്തരം വളരെ കൃത്യമായി അദ്ദേഹം പുറത്തുവിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച രേഖകൾ, ഡേറ്റ പിൻവലിക്കേണ്ടി വന്നു. പക്ഷേ എവിടെ പോയി സബ്യസാചി ദാസ് എന്ന വ്യക്തി? അദ്ദേഹം പിന്നീട് നേരിടേണ്ടി വന്ന വേട്ടയാടലുകൾ നമ്മൾ മറന്നിട്ടുണ്ടാകില്ല, അല്ലേ ശ്രീ എം പ്രകാശൻ മാസ്റ്റർ? അപ്പോൾ ഒറ്റപ്പെട്ട ശബ്ദമല്ല രാഹുൽ ഗാന്ധി, ഒറ്റപ്പെട്ട ഒരു ആരോപണമല്ല ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ സംവിധാനത്തെ ആകെ സംശയിക്കാനുള്ള വ്യക്തമായ ആരോപണങ്ങൾ, സംശയങ്ങൾ നമ്മുടെ മുൻപും വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളെ ഇല്ലാതാക്കി കളയുക, ഇതാണ് ഇന്ത്യ രാജ്യത്ത് BJPയുടെ ഗവൺമെൻറ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നൊരു നില. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഇന്ത്യക്കകത്ത്
ഈ BJP ഗവൺമെൻറ്റിനെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് വാദിച്ചു പോന്ന ഒരു TV ആയിരുന്നു NDTV. ആ NDTVയെ അതിനെ പീഡിപ്പിക്കാൻ എന്തെല്ലാം ശ്രമം നടത്തിയെന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഒടുവിൽ അത് കീഴടങ്ങുന്നില്ലെന്ന് വന്നപ്പോൾ ആ സ്ഥാപനത്തെ സ്വന്തം മുതലാളിയെ കൊണ്ട് വിലക്ക് വാങ്ങിപ്പിച്ച ആളാണ് ഇന്ന് പ്രധാനമന്ത്രി. നമുക്കറിയാലോ ന്യൂസ് ക്ലിക്കിൻ്റെ അനുഭവം. പ്രവീർ പുർക്കാസ്തയെ അറസ്റ്റ് ചെയ്തു, എല്ലാവരും ജയിലിലടച്ചെന്ന് മാത്രമല്ല ആ സ്ഥാപനമാകെ കണ്ടുകെട്ടി അടച്ചു പൂട്ടി ഇല്ലാതാക്കി കളഞ്ഞു. ഇതാണ് അവർ ഇത്തരം കാര്യങ്ങളോട് സ്വീകരിക്കുന്ന ഒരു നിലപാട്. ഇവിടെ ഇപ്പോൾ ജിതിൻ പറഞ്ഞല്ലോ, ഇവിടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വലിയ ബഹുമാനം സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറക്കിയ വിധി സുപ്രീം കോടതിയോട് ബഹുമാനമുണ്ടെങ്കിൽ അത് നിങ്ങൾ നടപ്പിലാക്കണ്ടേ? നടപ്പിലാക്കിയില്ലല്ലോ. ആ വിധിന്യായം മാറ്റാൻ നിയമം കൊണ്ടുവരില്ലേ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കുന്ന കാര്യങ്ങളോട് എന്താ സ്വീകരിക്കുന്ന സമീപനം? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദശക്കണക്കിന് പരാതികളാണ് ഇന്നത്തെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത്. ഒരൊറ്റ പരാതിയിൽ ഒരു നോട്ടീസ് അയക്കാൻ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഒരു നോട്ടീസ് അയക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ഇവിടെ ഈ പറയുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് പട്ടികയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ സഖ്യം നേരിട്ട് പരാതി കൊടുത്തു. അന്വേഷിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നോ? ഇപ്പോൾ രാഹുൽ ഗാന്ധി പരാതി കൊടുത്തില്ല എന്നെല്ലാം പറയുന്ന ആളുകൾ എത്രയെത്ര പരാതികൾ ചവിട്ടുകൊട്ടയിൽ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ഈ പരാതി ഇത് സംബന്ധിച്ചപ്പോൾ ഞങ്ങളുടെ പാർട്ടി, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നീലോൽപത് ബസു അതുപോലെ തന്നെ മുരളീധരൻ അവർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരാതി കൊടുത്തു 4 മാസം മുമ്പ്. ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നുണ്ടോ? അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായയുക്തമായിട്ടല്ല പെരുമാറുന്നത്. അതിൻ്റെ ഒരു നിഷ്പക്ഷത തെളിയിക്കാൻ അവർക്ക് സാധ്യമാവുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്, ഇത് BJP ഗവൺമെൻറ്റിൻ്റെ B ടീമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അനുബന്ധ സ്ഥാപനമായിട്ട് തരം താഴുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം ഏതോ ഭാഗത്തു നിന്നാവട്ടെ, ആരോ ആവട്ടെ, എത്ര അന്യായമായിട്ടുള്ള പരാതി ആവട്ടെ, അത് അന്വേഷിക്കണം. എന്നിട്ട് സത്യസ്ഥിതി എന്താണെന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. അതിനുള്ള ധൈര്യം കാണിക്കാതെ വല്ല ന്യായം പറയുന്നതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ സംരക്ഷിക്കാനാവില്ലെന്ന് BJP നേതാവ് മനസ്സിലാക്കണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തികഞ്ഞ അന്യായമാണ്. അധികാര കസേരയിൽ BJPക്കാരെ സംരക്ഷിക്കാൻ ഏതൊരു ഭരണഘടനാ സ്ഥാപനത്തെയും ദുരുപയോഗം ചെയ്യുക, തങ്ങളുടെ രാഷ്ട്രീയ ചട്ടുകമായിട്ട് ഉപയോഗിക്കുക, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാലം നിങ്ങളോട് ചോദിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ സഹിച്ചെന്ന് വരും. പക്ഷേ ലോകത്തെവിടെയുമുള്ള ഇത്തരം ഗവൺമെൻറ്റുകളുടെ അനുഭവം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് അല്പം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുക എന്നുള്ളതാണ്. BJPയുടെ സംഘപരിവാർ ഗവൺമെൻറ്റിനും ഉണ്ടാകാൻ പോകുന്ന ദുരന്തം ഭാവിയിൽ അത് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. നിങ്ങൾക്കിപ്പോൾ ഭരണാധികാരം ഉണ്ട് എന്നുള്ളതുകൊണ്ട്, അധികാര കസേര കയ്യിലാണെന്നുള്ളതുകൊണ്ട്, ആളുകളെ അടിച്ചമർത്താൻ വേണ്ടി കഴിയുന്ന സംവിധാനമുണ്ട് എന്നുള്ളതുകൊണ്ട്, പത്രങ്ങളുടെ വായടക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തൽക്കാലം പറഞ്ഞു നിൽക്കാം. പക്ഷേ നിങ്ങൾക്ക് ചിലരെ വിഡ്ഢികളാക്കാൻ കുറച്ചു കാലത്തെ കഴിയും, കുറേ ആളുകളെ വിഡ്ഢികളാക്കാൻ അല്പം കാലത്തെ കഴിയും. പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിഡ്ഢികളാക്കാൻ വേണ്ടി കഴിയുമെന്ന് ജിതിന്റെ പാർട്ടിക്കാർ വിശ്വസിക്കരുത് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയൂ. ജിതിൻ, അപ്പോൾ നമ്മളിവിടെ സംസാരിച്ചു വന്ന ഘട്ടത്തിൽ കേരളത്തിലെ അടക്കം വോട്ടേഴ്സ് ലിസ്റ്റിൽ പല പ്രശ്നങ്ങളുണ്ടെന്ന് ജിതിൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ആത്യന്തികമായി പരിഹരിക്കേണ്ടത് ആരാണ്? അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീഴ്ചകളുണ്ട് എന്ന് ജിതിൻ തന്നെ സമ്മതിക്കുന്നു. അങ്ങനെയുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടപ്പെടുമ്പോൾ ഒരു അന്വേഷണവും വേണ്ട എന്നൊരു നിലപാട് രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് എങ്ങനെ എടുക്കാൻ സാധിക്കും? മേഡം, ഞാൻ അതിലേക്ക് വരാം. ഞാനിവിടെ ചൂണ്ടിക്കാണിച്ച വീഴ്ചകളെല്ലാം അത് തന്നെയാണ് അനൂപ് പറഞ്ഞത്. ഇവിടെ എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം അതൊക്കെ പറഞ്ഞ് വസന്ത് ചില വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീ വസന്ത്, അങ്ങ് മനസ്സിലാക്കേണ്ടുന്നത്, നിങ്ങൾ അഡ്വക്കേറ്റ് എന്ന രീതിയിൽ ശ്രീമതി അസിതയ്ക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായാൽ അതിന് പൂർണ്ണമായി ബാധ്യത അസിത തന്നെയാണ്. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലും ഇലക്ഷൻ കമ്മീഷനിൽ പോയിട്ടില്ല. അഡ്വക്കേറ്റന്മാർ പരാതി കൊടുക്കുന്നത് സ്വന്തം നിലയിലാണ്, രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടല്ല അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങ് അതിനകത്ത് ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്. ഒന്ന്. രണ്ടാമത്, ഞാൻ കൂടുതൽ പറഞ്ഞു, നിങ്ങൾ സമയം കഴിയാറായി. ഇവിടെ പ്രകാശം മാഷ് പറഞ്ഞ വാചകമാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കുറച്ചു കാലം ചില ആൾക്കാരെ വിഡ്ഢികളാക്കാം, കൂടുതൽ കാലം കുറച്ചുകൂടെ ആൾക്കാരെ വിഡ്ഢികളാക്കാം, അതിനുശേഷം ജനങ്ങൾ മുഴുവൻ തിരിച്ചറിയും ഈ പറയുന്നതെല്ലാം വിഡ്ഢിത്തരമാണെന്ന്. ഞാൻ അവസാനിപ്പിച്ചോളാം. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കൊടുത്തല്ലോ മേഡം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുത്തു മേഡം. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ എനിക്ക് കോട്ട് ചെയ്യാനുള്ളത്, ഇവിടുത്തെ CPIയുടെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സന്തോഷ് കുമാർ MP ഒരു 2 ആഴ്ച മുമ്പ് ശ്രീമാൻ രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞ വാചകം കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ദ മോസ്റ്റ് ഇറസ്പോൺസിബിൾ
the most insensible, the most immature politician in this country, that is Rahul Gandhi. ഇത് ഞാൻ പറഞ്ഞല്ല. ശരി ജിതിൻ, പൊളിറ്റിക്കൽ വിയോജിപ്പുകളൊക്കെ എല്ലാവർക്കും ഉണ്ട് ജിതിൻ. അത് രാഹുൽ ഗാന്ധിയോട് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന വസന്തിനോടുണ്ട്. ചില ഘട്ടങ്ങളിൽ പ്രകാശൻ മാസ്റ്റർ വ്യക്തിയുടെ നിലപാടുകളുണ്ടാകും. പക്ഷേ എന്ന് കരുതി ഒരാൾ പറയുന്ന വിവരങ്ങളുടെ ആധികാരികത ഇല്ലാതാകില്ലല്ലോ. ഞാൻ മടങ്ങി വരാം. വസന്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചുരുങ്ങിയ സമയമുള്ളൂ, 45 ദിവസത്തിനുള്ള പരാതി എന്ന ടെക്നിക്കാലിറ്റി വസന്ത്. പക്ഷേ അത്രയും ദിവസത്തിനുള്ളിൽ പരാതി കൊടുക്കണമെങ്കിൽ ഈ ഡേറ്റകളൊക്കെ പരിശോധിക്കണം. സംശയത്തിന്റെ പേരിൽ പരാതി കൊടുക്കാൻ സാധിക്കില്ല. അതിന്റെ കോൺസിക്വൻസ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളന ഘട്ടത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയെ തന്നെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ലാതെ ഇത്രയും വലിയ ഡേറ്റ എങ്ങനെ പരിശോധിക്കാനാകുമെന്നുള്ള ഏറ്റവും യുക്തിഭദ്രമായ ചോദ്യം അവിടെ നിൽക്കുന്നു. അതിനിപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ല. തീർച്ചയായും. മാത്രമല്ല ഒരു കാര്യം കൂടി, അദ്ദേഹം പറഞ്ഞത് ഞാൻ അഡ്വക്കേറ്റ് മുഖേന രാഹുൽ ഗാന്ധി പോയെന്ന് അദ്ദേഹം ഒരിടത്തും പറഞ്ഞില്ല എന്നാണ്. സ്ഥലകാല ബോധമില്ലാതെ പെരുമാറിയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചർച്ച യൂട്യൂബിലുണ്ട്, അങ്ങ് തന്നെ നോക്കിയാൽ മതി. ആദ്യഘട്ടത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഇനി അങ്ങനെയല്ല അങ്ങ് പറഞ്ഞതെന്ന് പ്രൂവ് ചെയ്താൽ ഞാൻ അങ്ങ് പറയുന്ന പണി ചെയ്യാം. രണ്ടാമത്, വളരെ കൃത്യമാണല്ലോ, ഞങ്ങളെ സംബന്ധിച്ച് രാജ്യത്തുടനീളമുള്ള മണ്ഡലങ്ങളെ മുഴുവൻ പഠിക്കാനുള്ള സമയമില്ല. അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു വരുമ്പോൾ 20 വർഷം 25 വർഷം കഴിഞ്ഞു പോകും. സ്വാഭാവികമായും നമുക്ക് ഒരു ഡേറ്റ നമ്മൾ പഠിക്കുന്നത് അതിൽ നിന്ന് സാമ്പിൾ എടുത്താണ്. ആ സാമ്പിൾ, ഒന്നാമത്തെ സാമ്പിൾ പുറത്തുവിട്ടപ്പോൾ തന്നെ ഇത്രയും വലിയ അട്ടിമറി, ഇത്രയും വലിയ പ്രശ്നങ്ങൾ അതിലുണ്ട്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുതിയ സാമ്പിൾ ഡേറ്റകൾ പുറത്തുവിടും, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പുറത്തുവിടും. എന്നിട്ട് അത് രാഷ്ട്രവ്യാപകമായി, രാജ്യവ്യാപകമായി ഒരു പ്രക്ഷോഭമായി ഉയർത്തിക്കൊണ്ടുവരും. നിയമപരമായി പോകാവുന്ന എല്ലാ വേദികളിലും പോകും. അത് സുപ്രീം കോടതിയുടെ അവസാനത്തെ വാതിൽ മുട്ടണമെങ്കിൽ അവിടെയും മുട്ടും. 6 സീറ്റിന്റെ വ്യത്യാസത്തിൽ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും അട്ടിമറി കാണിച്ചുകൊണ്ട് ഇവർ പിടിച്ചെടുത്ത ഭരണമാണ്, ഇവർ അട്ടിമറിച്ച ഭരണമാണ്, ഇവർ കട്ടെടുത്ത ഭരണമാണ്, ഇത് കൊള്ളക്കാരുടെ, കള്ളന്മാരുടെ ഭരണമാണ് എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്യുന്നോടം വരെ ഈ പോരാട്ടം തുടരും. എം പ്രകാശ് മാസ്റ്റർ, ചില ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയും 97 എംപിമാരും 3 സംസ്ഥാന മുഖ്യമന്ത്രിമാരും രാജിവെക്കൂ സാർ. വരാം. ശരി ജിതിൻ. പ്രകാശ് മാസ്റ്റർ, ചില ഘട്ടങ്ങളിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. അതായത് കൺമുന്നിൽ നടക്കുന്നത് അഴിമതിയാണ്, ക്രമക്കേടാണ് എന്നുള്ളത് വ്യക്തമായ ബോധ്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് ഈ പറയുന്ന നിലയിൽ തെളിയിക്കൂ എന്ന് പറയുമ്പോൾ അത് തെളിയിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആദ്യമേ ഇല്ലായ്മ ചെയ്തിട്ടാണ് ഈ കുറ്റകൃത്യം ഇവർ ചെയ്യുന്നത്. ഒരു സിനിമയിൽ മാധവൻ കട്ടതൊന്നും ചേക്കിന് പുറത്തു പോയിട്ടില്ല എന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ അഴിമതികളൊന്നും BJP എന്ന രാഷ്ട്രീയ കക്ഷിക്ക് പുറത്തു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു കാലത്തും തെളിയിക്കാനും സാധിക്കില്ല. ഈ ഗവൺമെൻറ് നവഫാസിസ്റ്റ് സ്വഭാവം അംഗീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്ന് CPM പറയുന്നത് അതുകൊണ്ടാണ്. ഒരു ഭാഗത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, അവരെ വർഗീയവൽക്കരിക്കാൻ, അവരെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ചൂഷണം ചെയ്യാൻ അതിനെല്ലാമുള്ള മാർഗ്ഗമൊരുക്കുകയും അതിനെ ചെറുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികളെ നിയമം പോലും അതിന് മാറ്റുകയല്ലേ. സംഘടിക്കാൻ നിയമമില്ല, സംസാരിക്കാൻ വേണ്ടി പറ്റില്ല, ആ നിലക്ക് നിയമങ്ങളെല്ലാം മാറ്റി അടിച്ചമർത്തൽ നിലപാട് സ്വീകരിച്ച് തങ്ങൾ സാധാരണഗതിയിൽ ജനാധിപത്യപരമായിട്ട് ഉപയോഗിക്കേണ്ട ഭരണകൂട സ്ഥാപനങ്ങളെ പോലും രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെയുള്ള വലിയ ഐക്യം രാജ്യത്താകെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ ഏറെക്കാലം ഭരണകൂട ശക്തികൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ രാജ്യത്താകെ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ പൊതുപണിമുടക്ക് കൂടി അതിന് തെളിവാണ്. ഇതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ലോകത്ത് എല്ലായിടത്തും വന്ന പോലെ ഇന്ത്യയിലെ ജനങ്ങൾക്കും നേടിയെടുക്കാനാവും. ആത്യന്തികമായ വിജയം അത് ജനങ്ങളുടേതായിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം സംശയമില്ല. താൽക്കാലികമായിട്ടുള്ള ഈ വീൺവാക്കുകൾക്കൊക്കെ തന്നെ പരിസമാപ്തി ഉണ്ടാവും എന്നതിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ എം പ്രകാശൻ മാസ്റ്റർ. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ജിതിൻ ദാസ് ചർച്ചയിൽ ചേർന്നതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.